നമസ്കാരം. പകൽ വാർത്ത ആരംഭിക്കുകയാണ്. തലക്കെട്ടുകൾ. ലൈംഗിക അതിക്രമ കേസിൽ സംവിധായകൻ രഞ്ജിത്ത് റിമാൻഡിൽ. എറണാകുളം സബ് ജയിലിൽ അടച്ചു. കുറ്റം സമ്മതിക്കാതെ രഞ്ജിത്ത്. കള്ളക്കേസാണോ സാറേ? എന്താ സാറേ ഇത് വ്യാജമായി അങ്ങനെ തകർക്കാൻ വേണ്ടി കൊടുത്തതാണോ? ജാമ്യം തേടി കോടതിയിൽ. അന്വേഷണം രഞ്ജിത്തിനെ രക്ഷിക്കാൻ ശ്രമിച്ചവരിലേക്കും. ഷൂട്ടിംഗ് ഷെഡിൽ നടന്നിട്ടുള്ളതാണ്. ഷൂട്ടിംഗ് ഷെഡിലുള്ള ആൾക്കാർക്ക് എല്ലാം അറിയും. അപ്പം തന്നെ വിക്ടിം കരഞ്ഞുകൊണ്ട് പുറത്ത് വന്ന് അവിടെ ഉള്ള ആൾക്കാരോട് പറഞ്ഞ് അവർ തന്നെ അവരെ സമാധാനപ്പെടുത്തി വിട്ടിട്ടുള്ളതാണ്. ഇതിൽ ഒരു കാര്യം എന്താ നോക്കുമെങ്കിൽ വിക്ടിം വാസ് ഹൈലി ട്രമാറ്റൈസ്ഡ്. ഓക്കെ, സോ ഇറ്റ് വാസ് എ ഷോക്ക്. സർക്കാർ അതിജീവിതയ്ക്കൊപ്പമെന്ന് സജി ചെറിയാൻ. രഞ്ജിത്തിനെ മാറ്റി നിർത്തുമെന്ന് ഫെഫ്ക. പരാതി കിട്ടിയിട്ടില്ലെന്ന് ബി ഉണ്ണികൃഷ്ണൻ. വിധിയെഴുത്തിന് ഇനി 8 നാൾ. മുന്നണികൾക്കായി ദേശീയ നേതാക്കൾ. മുഖ്യമന്ത്രി ആലപ്പുഴയിൽ. LDF UDF പ്രകടന പത്രിക നാളെ. വാക്പോര് തുടർന്ന നേതാക്കൾ. ജി സുധാകരനെ രൂക്ഷമായി വിമർശിച്ച മുഖ്യമന്ത്രി. അവസരവാദികളുടെ നിലപാടിൽ പോകില്ലെന്ന് പിണറായി. പാർട്ടിക്കും മുന്നണി അതിന്റെ കൂടെ ഇത്തരമൊരു ആളെ സ്വീകരിച്ച് ഞങ്ങളെ തകർക്കാമെന്നാണ് വ്യാമോഹമെങ്കിൽ അത് കഴിയുന്നതല്ല. കോൺഗ്രസിൽ സ്ത്രീകൾ നേർച്ചക്കോഴികളെന്ന് പത്മജ വേണുഗോപാൽ. കോൺഗ്രസിൽ സ്ത്രീകൾ നേർച്ചക്കോഴികളെന്ന് ആ രീതിയിലാണ് ഇപ്പോഴും പെണ്ണുങ്ങളോട്. പെണ്ണുങ്ങളെ ഒരാളവർ ജയിക്കാൻ സമ്മതിക്കില്ല. സംസ്ഥാനത്ത് ഇഞ്ചോടിഞ്ച് പോരാട്ടത്തിൽ UDFന് നേരിയ മേൽക്കൈയെന്ന് വോട്ട് വൈബ് അഭിപ്രായ സർവേ. UDFന് 67 മുതൽ 73 വരെ സീറ്റുകൾ കിട്ടാം. LDFന് 64-നും 70-നും ഇടയിൽ സീറ്റുകൾക്ക് സാധ്യത. മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് കൂടുതൽ പിണറായി വിജയന് 31.6% പേരുടെ പിന്തുണ. VD സതീശനെ പിന്തുണച്ച് 29.3% പേർ. തെരഞ്ഞെടുപ്പ് കേസിൽ സുരേഷ് ഗോപിക്ക് തിരിച്ചടി. ലോക്സഭാംഗത്വം റദ്ദാക്കണമെന്ന ഹർജി നിലനിൽക്കുമെന്ന് ഹൈക്കോടതി. വിചാരണ നേരിടണമെന്നും കോടതി. മതചിഹ്നങ്ങൾ ഉപയോഗിച്ചും മതവികാരം ഇളക്കിവിട്ടും വോട്ടർമാരെ സ്വാധീനിക്കാൻ ശ്രമിച്ചെന്നു കേസ്. FCRA ബിൽ പരിഗണിക്കാതെ ലോക്സഭ. പ്രതിഷേധം കടുപ്പിച്ച് പ്രതിപക്ഷം. ബിൽ ക്രൈസ്തവ സഭയ്ക്കെതിരല്ലെന്ന് കിരൺ റിജിജു. मैंने कांग्रेस के वरिष्ठ नेताओं को कल भी बताया, आज भी बताया कि आज FCRA बिल जो लिस्टेड है वो कंसिडरेशन के लिए टेकअप नहीं किया जा रहा है. और दूसरी बात, FCRA को लेकर के गलत फहमी जो फैलाया गया है केरल में, ये ठीक बात नहीं है. നിയമ ഭേദഗതിയുടെ ആവശ്യമെന്തെന്ന് KCBC. തന്റെ വിജയത്തെ ബാധിക്കില്ലെന്ന് പത്മജ. ചന്ദ്രരഹസ്യങ്ങൾ തേടി ശാസ്ത്രലോകം. ആർട്ടിമിസ് 2 വിക്ഷേപണത്തിന് നാസ. ചന്ദ്രനെ കാണാൻ സഞ്ചാരികൾ ഒരുങ്ങി. കാലാവസ്ഥ തടസ്സമായാൽ വിക്ഷേപണം നീട്ടും. പെരുമ്പാവൂരിൽ യുവാവിനെ തല്ലിക്കൊന്നു. ആക്രമണം മോഷണം ആരോപിച്ച് മരിച്ചത് അസം സ്വദേശി. 6 തൊഴിലാളികൾ കസ്റ്റഡിയിൽ. പശ്ചിമേഷ്യൻ യുദ്ധം അശാന്തമായി തുടരുന്നു. കുവൈറ്റിലും ബഹ്റൈനിലും ഇറാന്റെ വ്യോമാക്രമണം. യുദ്ധം അവസാനിപ്പിക്കാൻ തയ്യാറെന്ന് ഇറാൻ. ഇറാൻ യാചിക്കുകയാണെന്നും ട്രംപ്. രാജ്യത്ത് വാണിജ്യ സിലിണ്ടറിന്റെ വില കൂട്ടി. പ്രീമിയം പെട്രോളിന്റെ വില വർദ്ധിപ്പിച്ച് IOC. വിമാന ടിക്കറ്റ് നിരക്ക് കൂടും. ബദൽ മാർഗം തേടി വ്യോമയാന മന്ത്രാലയം. വാർത്തകളുടെ വിശദാംശങ്ങളിലേക്ക് കടന്നാൽ യുവനടിയുടെ ലൈംഗികാതിക്രമ പരാതിയിൽ സംവിധായകൻ രഞ്ജിത്തിനെ 14 ദിവസത്തെ കോടതി റിമാൻഡ് ചെയ്തു. എറണാകുളം സബ് ജയിലിലാണ് ഇപ്പോൾ രഞ്ജിത്ത് ഉള്ളത്. ഇയാൾ ഒളിവിൽ പോയേക്കുമെന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് അതീവ രഹസ്യമായി ഇന്നലെ അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് പോലീസ് കടന്നത്. അല്ല, കഴിഞ്ഞ ആഴ്ച വളരെ ട്രമാറ്റൈസ്ഡ് ആയിട്ട് ഒരു ഫാമിലി വന്നിട്ടുണ്ടായിരുന്നത്. അവർക്ക് ട്രമാറ്റൈസ്ഡ് ആണ്. സോ ഫാമിലി വന്നിട്ടുണ്ടായിരുന്നത്.
പിന്നെ ആ സമയം നമുക്ക് നമ്മളോട് സംസാരിച്ചപ്പോൾ അവന് മനസ്സിലായത് ഇങ്ങനെ ഒരു ഹറാസ്മെൻറ്റ് ഉണ്ടായിട്ടുള്ളത്. പിന്നെ വളരെ സെൻസിറ്റീവ് ആയതുകൊണ്ട് അന്ന് തന്നെ നമുക്കൊരു SIT രൂപീകരിച്ച് വുമൻ പോലീസ് ഓഫീസേഴ്സാണ് ഇനിഷ്യലി ഇട്ട് പിന്നെ അവരുടെ സ്റ്റേറ്റ്മെൻറ്റൊക്കെ റെക്കോർഡ് ചെയ്തിട്ട് വളരെ ഡിസ്ക്രീറ്റായിട്ട് നമുക്ക് കുറേ വെരിഫിക്കേഷനും ചെയ്യാനുണ്ടായിരുന്നു. ഏതെങ്കിലും ഒരു ചില ആൾറെഡി നോൺ കേസിലുള്ള ആൾക്കാരുടെ സെലിബ്രിറ്റി ആയതുകൊണ്ട് നമുക്ക് കുറേ വെരിഫിക്കേഷൻ ചെയ്തിട്ട് പിന്നെയാണ് നമ്മൾ മുൻകൂട്ടി പോയത്. ബട്ട് ഇറ്റ് ഷുഡ് നോട്ട് ഹാപ്പൻ ടു എനി വുമൻ എസ്പെഷ്യലി ഇൻ വർക്ക് പ്ലേസ് ബിക്കോസ് ആൾറെഡി 2 കേസ് ഉണ്ടായിരുന്നതും ഒന്ന് 377 ആയിരുന്നു, ഒന്ന് 354 ആയിരുന്നു. ആ 2 കേസിലെയും കേസ് അതൊരു റീസണിൽ കോഷായി പോയതാണ്. ഇത് വളരെ റീസെൻ്റ് ആയിട്ടുള്ളതാണ്. അവരുടെ ബിഗ് ചാലഞ്ച് വാസ് ടു കീപ് ദി confidentiality of the whole thing and the keeping the identity of the victim. Preliminary evidence collection പൂർണ്ണമായിരുന്നു. Evidence മതിയായി കളക്ട് പ്രിലിമിനറി ആയിട്ട് നമുക്ക് അങ്ങനെ ഒരു അഫൻസ് നടന്നിട്ടുണ്ടോ സ്ഥലമുണ്ടോ അത് കൺഫേം ചെയ്ത് പിന്നെ ഞങ്ങൾ മുൻകൂട്ടി നീക്കി. ഞങ്ങളിൽ കേസ് എടുത്ത് ഏകദേശം ഒരാഴ്ച കഴിഞ്ഞിട്ടാണ് നമുക്ക് അടുത്ത ഭാഗത്ത് ഷൂട്ടിംഗ് ഷെഡിൽ നടന്നിട്ടുള്ളതാണ്. ഷൂട്ടിംഗ് ഷെഡിലുള്ള ആൾക്കാർക്ക് എല്ലാം അറിയും. അപ്പം തന്നെ വിക്ടിം കരഞ്ഞുകൊണ്ട് പുറത്ത് വന്ന് അവിടെ ഉള്ള ആൾക്കാരോട് പറഞ്ഞ് അവർ തന്നെ അവരെ സമാധാനപ്പെടുത്തി വിട്ടിട്ടുള്ളതാണ്. ഇതിൽ ഒരു കാര്യം എന്താ നോക്കുന്നുണ്ടെങ്കിൽ ആ വിക്ടിം വാസ് ഹൈലി ട്രമാറ്റൈസ്ഡ്. ഓക്കെ, സോ ഇറ്റ് വാസ് എ ഷോക്ക് ടു ദ വിക്ടിം. സോ അവർക്ക് ഷോക്ക് ആയതുകൊണ്ട് പിന്നെ കൗൺസിലിങ്ങും സൈക്കാട്രിക് ട്രീറ്റ്മെൻറ്റൊക്കെ പോയിട്ട് വളരെ ലേറ്റായിട്ട് ഒരു കോൺഫിഡൻഷ്യൽ വന്നപ്പോഴാണ് വന്നത്. നമുക്കിവിടെ വന്നപ്പോൾ തന്നെ വളരെ കരഞ്ഞുകൊണ്ടും അവർക്ക് ഏറ്റവും വലിയ ചാലഞ്ച് എന്തെങ്കിൽ അവർ എഴുത്ത് നിൽക്കുന്നത് ഒരു വലിയ ആളാണെങ്கிறது കൊണ്ട് നേരത്തെ ഒരു അത്തനോട് പോയിട്ടില്ല എങ്கிறது ഒരു ഇതുകൊണ്ട് പിന്നെ അവരുടെ പ്രൈവസി ആൻഡ് കോൺഫിഡൻഷ്യൽ. അതേസമയം രഞ്ജിത്ത് കുറ്റം സമ്മതിച്ചിട്ടില്ല. പ്രതിയെ രക്ഷപ്പെടാൻ സഹായിച്ചവരും പ്രതികളാകുമെന്നും സിനിമാ സെറ്റിലുണ്ടായിരുന്നവരെ ചോദ്യം ചെയ്യുമെന്നുമാണ് DCP അശ്വതി ജിജി വ്യക്തമാക്കിയത്. ആദ്യഘട്ടത്തിൽ സർവൈവർ കുറച്ച് ട്രോമയിലാണെന്ന് മനസ്സിലായി. പിന്നെ ഇൻസിഡൻറ്റ് പിന്നെ ബാക്കി സ്റ്റേറ്റ്മെൻറ്റ്സ് ഒക്കെ എടുത്തപ്പം ട്രൂ ആണെന്ന് നമുക്ക് റീസണബിളി മനസ്സിലായി. നമ്മൾ എത്ര പേരടങ്ങുന്ന സംഘമാണ് ഇപ്പോൾ രൂപീകരിച്ചിരിക്കുന്നത്? എങ്ങനെയാണ് ഈ ഇദ്ദേഹത്തിൻ്റെ ഡിജിറ്റൽ തെളിവുകളടക്കം ശേഖരിച്ചിട്ടുണ്ടെന്ന് സംബന്ധിച്ച് മറ്റു കാര്യങ്ങളെല്ലാം? ഡിജിറ്റൽ തെളിവ് നമ്മൾ ശേഖരിച്ച് വരുന്നതേ ഉള്ളൂ. SIT ബേസിക്കലി ഞാൻ സൂപ്പർവിഷനാണ്. ഇപ്പം ഇൻസ്പെക്ടർ ഓഫ് പോലീസ് ഉദയം പേരൂർ അദ്ദേഹമാണ് ഇതിൻ്റെ ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസർ. ബാക്കി 2 വനിതാ SIമാരുണ്ട്. ബാക്കി നമ്മുടെ ടീമുണ്ട്. മാഡം, വിക്ടിമിനെ സ്വാധീനിക്കാൻ അല്ലെങ്കിൽ കേസ് കൊടുക്കരുതെന്ന് ശ്രമം ഉണ്ടായിരുന്നു മാഡം? അതായത് ഈ കേസും പരാതിയായിട്ട് പോകരുത് എന്ന തരത്തിൽ ഇടപെടലുണ്ടായിരുന്നു? അത് നമ്മൾ വെരിഫൈ ചെയ്യാനുണ്ട്. പരാതിയിൽ അങ്ങനെയുണ്ട്? പരാതിയിൽ അങ്ങനെ ഇല്ല. നമ്മളത് നോക്കണം. കോൾസ് ഒക്കെ വന്നിട്ടുണ്ടാവും അവർക്ക്. അപ്പോൾ ബാക്കി ഡീറ്റെയിൽസ് നമ്മൾ എടുക്കാനുണ്ട്. ഉണ്ടാകാനുള്ള സാധ്യതയുണ്ടോ ഇതിൽ? അതായത് ഇതിൽ ഇവരെ രക്ഷപ്പെടാനായിട്ട് സഹായിച്ചതും അല്ലെങ്കിൽ കേസ് എടുക്കാൻ ശ്രമിച്ചതുമായിട്ടുള്ള ആളുകൾ വരാനുള്ള സാധ്യത അത് നമ്മൾ പരിശോധിക്കണം. ഇത് അത് കേസ് സംഭവം നടന്ന ആളുകൾ മുഴുവൻ അറിഞ്ഞു എന്നുള്ളത് പറഞ്ഞല്ലോ സാറ്. അപ്പോൾ അവിടെ കരഞ്ഞുകൊണ്ടാണ് ഇറങ്ങുന്നത്. അത് ആ പരാതി മറച്ചു വെച്ചു എന്നൊരു പ്രശ്നമുണ്ടോ ഇതിൽ? ഈ പ്രശ്നം മറച്ചു വെച്ചല്ലോ അറിഞ്ഞ ആളുകൾ, അങ്ങനെ ഒരു ബുദ്ധിമുട്ട് കൂടി ഉണ്ടോ അവിടെ? അത് നമ്മൾ നോക്കണം. സംഭവം ഇവർ പറഞ്ഞിട്ടുള്ള കുറേ വിറ്റ്നസ്സസ് ഉണ്ട്. അപ്പോൾ നമ്മൾ അവരുടെ സ്റ്റേറ്റ്മെന്റ് ഒക്കെ എടുക്കാൻ ഇനി നമ്മൾ ചെയ്യാനുള്ളതേ ഉള്ളൂ. സാക്ഷികളെ പ്രാഥമികമായി നമ്മൾ കണ്ടിരുന്നു. സാക്ഷികളെയൊക്കെ പ്രാഥമികമായി കണ്ട് ചോദ്യം ചെയ്തിരുന്നു, അല്ലെങ്കിൽ അവരുടെ സ്റ്റേറ്റ്മെന്റ് സംബന്ധിച്ച് പ്രാഥമികമായി ഒരു കാര്യങ്ങളൊക്കെ തിരക്കിയിരുന്നു. ഇത് കോൺഫിഡൻഷ്യൽ ആയതുകൊണ്ട് നമ്മൾ ഒരുപാട് ആ സെറ്റിലുണ്ടായിരുന്ന വിറ്റ്നസിനെ നമ്മൾ ഇനി ചെയ്യാനുണ്ട്. സുരക്ഷാ ക്രമീകരണങ്ങളൊക്കെ വേണമല്ലോ, സ്ത്രീ സുരക്ഷ ക്രമീകരണങ്ങളൊക്കെ വേണം നിർദ്ദേശമുണ്ടായിരുന്നു. അത്തരം നിർദ്ദേശം ആ സെറ്റ് പാലിച്ചിരുന്നു? അതെ, അത് നമ്മൾ വെരിഫൈ ചെയ്യാനുണ്ട്. ബേസിക്കലി ആ ഒരു പ്രൊഡക്ഷൻ യൂണിറ്റ് അത് ഫുള്ള് നമ്മൾ വെരിഫൈ ചെയ്യാനുണ്ട്. അവിടെ എന്തായിരുന്നു പ്രൊസീജിയേഴ്സ് ഉണ്ടായിരുന്നത് ഇൻ പ്ലേസ്. രഞ്ജിത്ത്, ജാമ്യാപേക്ഷ കോടതി പരിഗണിക്കുകയാണ്. പോലീസ് നൽകിയ കസ്റ്റഡി അപേക്ഷയും ഉച്ചയ്ക്ക് ശേഷം പരിഗണിക്കും. നടിയെ പീഡിപ്പിക്കാൻ ശ്രമിച്ച കാരവാൻ തിരിച്ചറിയണമെന്നും ജാമ്യം നൽകിയാൽ സാക്ഷികളെ സ്വാധീനിക്കുമെന്നുമാണ് പ്രോസിക്യൂഷന്റെ വാദം. ഇന്നലെ വൈകിട്ട് ഇടുക്കിയിൽ നിന്നാണ് കൊച്ചി പോലീസ് രഞ്ജിത്തിനെ കസ്റ്റഡിയിലെടുത്തത്. ആജ്ഞ രവീന്ദ്രൻ വിവരങ്ങളുമായി ചേരുകയാണ്. ആജ്ഞ, നിയമ നടപടികളുമായി രഞ്ജിത്ത് മുന്നോട്ട് പോവുകയാണ്. പ്രോസിക്യൂഷന്റെ വാദങ്ങൾ ശക്തമാണ്. നേരത്തെയുള്ള 2 കേസുകളും പ്രോസിക്യൂഷൻ കോടതിയെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. തെളിവെടുപ്പ് വേണമെന്ന ആവശ്യം ശക്തമായി തന്നെ ഉന്നയിക്കുകയും ചെയ്യും. നിയമവഴികളിലൂടെയാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. എന്തൊക്കെയാണ് പ്രധാനമായും വാദഗതികൾ നടക്കുന്നത് കോടതിയിൽ?
രഞ്ജിത്ത്, സംവിധായകൻ രഞ്ജിത്തിന്റെ ജാമ്യാപേക്ഷയിൽ പ്രധാനമായും പരാതി വ്യാജമാണ് എന്നാണ് രഞ്ജിത്ത് സൂചിപ്പിച്ചിരിക്കുന്നത്. അതേസമയം പരാതിക്ക് പിന്നിൽ ഗൂഢാലോചനയാണ്. നടിയെ തന്റെ സിനിമയിൽ നിന്നും ഒഴിവാക്കിയതിലുള്ള ശത്രുതയാണ് ഇത്തരത്തിലുള്ളൊരു പരാതിക്ക് കാരണമായതെന്നാണ് ജാമ്യാപേക്ഷയിൽ വ്യക്തമാക്കുന്നത്. മാത്രമല്ല, നിരവധി ശത്രുക്കളുണ്ട് തനിക്ക് കരൾ രോഗമുണ്ട്, അതുപോലെ നട്ടലിനും പ്രശ്നമുള്ള ആളാണ്, ആരോഗ്യസ്ഥിതി വളരെ മോശമാണ്, അതുകൊണ്ട് തന്നെ ജാമ്യം നൽകണമെന്നാണ് ജാമ്യാപേക്ഷയിൽ രഞ്ജിത്ത് സൂചിപ്പിച്ചിരിക്കുന്നത്. അങ്ങനെയാണ് നട്ടലിന്റെ ശസ്ത്രക്രിയ കഴിഞ്ഞിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ അനാരോഗ്യകരമായിട്ടുള്ള ഒരു അവസ്ഥയിലൂടെയാണ് താൻ കടന്നുപോകുന്നത്, ബലപ്രയോഗം നടത്താനുള്ള ആരോഗ്യം തനിക്കില്ല തുടങ്ങിയ കാര്യങ്ങളൊക്കെ ജാമ്യാപേക്ഷയിൽ സൂചിപ്പിച്ചിട്ടുണ്ട്. എന്തായാലും രഞ്ജിത്തിന്റെ കസ്റ്റഡി അപേക്ഷയാണ് പരിഗണിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തായാലും 2 മണിക്ക് ശേഷം ജില്ലാ കോടതി കസ്റ്റഡി അപേക്ഷ പരിഗണിക്കും. അതിനുശേഷമായിരിക്കും ജാമ്യാപേക്ഷ തുടങ്ങിയ കാര്യങ്ങളിലേക്ക്. കസ്റ്റഡി അപേക്ഷ നൽകിയതിനു ശേഷം കസ്റ്റഡിയിൽ രഞ്ജിത്തിനെ കസ്റ്റഡിയിൽ അനുവദിച്ച ശേഷമായിരിക്കും ജാമ്യാപേക്ഷയുമായി ബന്ധപ്പെട്ടുള്ള നടപടിക്രമങ്ങൾ ഉണ്ടാവുക. എന്തായാലും നിലവിൽ എറണാകുളം സബ് ജയിലിലാണ് രഞ്ജിത്ത് ഉള്ളത്. 14 ദിവസത്തെ റിമാൻഡിലാണ് രഞ്ജിത്തിനെ അയച്ചിരിക്കുന്നത്. 14 ദിവസത്തെ റിമാൻഡിന് ശേഷം രഞ്ജിത്ത് റിമാൻഡിന് മുൻപ് തന്നെ, റിമാൻഡ് കാലാവധി തീരുന്നതിന് മുൻപ് തന്നെ ജാമ്യാപേക്ഷ സമർപ്പിച്ചിട്ടുണ്ട്. ജാമ്യാപേക്ഷ പരിഗണിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോകും. എന്തായാലും രഞ്ജിത്തിനെ അതീവ രഹസ്യമായിട്ട് തന്നെയാണ് ഈ പരാതിയുമായി മുന്നോട്ട് പോലീസ് പോയിട്ടുള്ളത്. എറണാകുളം സിറ്റി പോലീസ് കമ്മീഷണർ കാളിരാജ് മഹേഷ് കുമാറിന്റെയും അതുപോലെ തന്നെ DCP അശ്വതി ഐപിഎസിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് ഇതിന്റെ അന്വേഷണത്തിന്റെ ചുമതലയുള്ളത്. അവരുടെ പ്രതികരണങ്ങളിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയും, വളരെ രഹസ്യമായി തന്നെയാണ് ഈ ഒരു അന്വേഷണം കോർഡിനേറ്റ് ചെയ്തിട്ടുള്ളതും. മാത്രമല്ല, ഇനിയും ഈ സെറ്റിൽ ഉണ്ടായിരുന്ന ആളുകളെ ചോദ്യം ചെയ്യാനുണ്ട്. അവരിൽ നിന്നുമായിരിക്കും കൂടുതൽ വിശദാംശങ്ങൾ ലഭിക്കുക. അതേസമയം ഈ പരാതിക്കാരെ ICCക്ക് മുൻപിൽ പരാതി നൽകിയിട്ടില്ല എന്നാണ് സിനിമാ സംഘടനകൾ വ്യക്തമാക്കുന്നത്. ICCക്ക് മുൻപിൽ പരാതി നൽകാതിരിക്കുന്ന സാഹചര്യത്തിൽ പോലീസിന് നേരിട്ട് പരാതി നൽകിയത് ഗൂഢാലോചനയുടെ ഭാഗമാണ് എന്നുള്ള ആരോപണവും ശക്തമാണ്. അതേസമയം തന്നെ രഞ്ജിത്തിനെ സംഘടനകളിൽ നിന്ന് മാറ്റി നിർത്താൻ, അതായത് അറസ്റ്റിലായിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ സംഘടനകളിൽ നിന്ന് മാറ്റി നിർത്താനുള്ള നീക്കം കൂടി അടിയന്തരമായി ഉണ്ടായേക്കും. FFKയുടെ കീഴിലുള്ള എഴുത്തുകാരുടെയും സംവിധായകരുടെയും സംഘടനയിൽ രഞ്ജിത്ത് അംഗമാണ്. അതുപോലെ നിർമ്മാതാക്കളുടെയും സംഘടന അംഗമാണ്. ഒരുപക്ഷെ ഉടനടി അതിൽ തീരുമാനമുണ്ടായേക്കും. എന്തായാലും രഞ്ജിത്തിനെ കുറ്റവിമുക്തനാക്കുന്നതുവരെ സംഘടനകളിൽ നിന്നും മാറ്റി നിർത്താനുള്ള നീക്കമായിരിക്കും ഉണ്ടാവുക എന്ന് വേണം മനസ്സിലാക്കാൻ. എന്നിരുന്നാലും നേരത്തെ തന്നെ സമാനമായ 2 പരാതികൾ ഉണ്ടായിരുന്ന ഒരു സാഹചര്യത്തിൽ അത്തരം ഒരു പരാതിയുടെ അടിസ്ഥാനത്തിലാണ് രഞ്ജിത്തിന് ചലച്ചിത്ര അക്കാദമി ചെയർമാൻ സ്ഥാനം രാജിവെക്കേണ്ടി വന്നത്. അത്തരം ബംഗാളി നടിയുടെ, അതായത് ഹേമ കമ്മിറ്റിയുമായി ബന്ധപ്പെട്ട മലയാളത്തിലെ സിനിമാ മേഖലയിലുണ്ടായിരിക്കുന്ന പ്രശ്നങ്ങൾ, ലൈംഗിക അതിക്രമങ്ങൾ, തൊഴിൽ പ്രശ്നങ്ങൾ തുടങ്ങിയവയ്ക്ക് ഐഡന്റിഫൈ ചെയ്യാനും അതിന് പരിഹാരം കാണാനും ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട പരാതികളുടെ അടിസ്ഥാനത്തിൽ അത്തരം ഒരു ചർച്ചയുടെ ഭാഗമായിട്ടാണ് ആ ഒരു ഡിസ്കഷൻ നടക്കുന്ന സമയത്താണ് ബംഗാളി നടി തനിക്ക് നേരെ രഞ്ജിത്തിന്റെ ഭാഗത്തുനിന്നും ഇത്തരത്തിലൊരു ആക്രമണം ഉണ്ടാകുന്നുവെന്നും ഒരു ഇന്റർവ്യൂവിൽ പറയുന്നതും തുടർന്ന് അവർ പരാതി നൽകുകയും രഞ്ജിത്തിനെതിരെ നടപടിക്രമങ്ങളുമായി മുന്നോട്ട് പോവുകയും ചെയ്യുന്നു. പക്ഷേ പിന്നീട് ഇതിൽ നിന്നുമൊക്കെ രഞ്ജിത്ത് രക്ഷപ്പെട്ടു എന്ന സാഹചര്യം ഉണ്ടായിരുന്നത് കൊണ്ട് തന്നെ മജിസ്ട്രേറ്റിന് മുൻപിൽ പോലീസ് തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. മുൻപ് 2 പരാതികൾ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ജാമ്യം നൽകുന്നത് കേസ് അട്ടിമറിക്കാനും തെളിവുകൾ നശിപ്പിക്കാനുമുള്ള സാഹചര്യം ഏറെയാണ് എന്ന് പോലീസ് തന്നെ വ്യക്തമാക്കിയിരുന്നു. ഈ കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണറുടെയും DCPയുടെയും നേതൃത്വത്തിലുള്ള സംഘം ഇതിലേക്ക് പരാതി ലഭിച്ച ശേഷവും അതിൽ വ്യക്തമായി രഞ്ജിത്തിനെ നിരീക്ഷിച്ച ശേഷവും രഞ്ജിത്തിനെ അറസ്റ്റ് ചെയ്യാനുള്ള നീക്കത്തിന്റെ ഒടുവിലാണ് മറ്റു പോലീസുകാർ പോലും ഇതിന്റെ വിശദാംശങ്ങൾ അറിയുന്നത്. എന്തായാലും ഏതായാലും രഞ്ജിത്തിനെ ഇന്നലെയാണ് അറസ്റ്റ് ചെയ്തത്. തൊടുപുഴയിൽ വെച്ചാണ് അറസ്റ്റ് ഉണ്ടായത്. രഞ്ജിത്ത് നേരത്തെ പോലീസ് ഉദ്യോഗസ്ഥൻ പറഞ്ഞതുപോലെ ഒളിവിൽ പോകാൻ ശ്രമിക്കുകയായിരുന്നു എന്നുള്ള സൂചനകൾ കൂടി പോലീസിനുണ്ടായിരുന്നു. അതേസമയം സംവിധായകൻ രഞ്ജിത്തിനെ മാറ്റി നിർത്തുമെന്നാണ് FFKയുടെ തീരുമാനം. ഡയറക്ടർ യൂണിയനും റൈറ്റേഴ്സ് യൂണിയനും നിർദ്ദേശം നൽകിയതായി ജനറൽ സെക്രട്ടറി B ഉണ്ണികൃഷ്ണൻ അറിയിച്ചു. ICCക്ക് പരാതി കിട്ടിയിട്ടില്ലെന്നും ഉണ്ണികൃഷ്ണൻ പറഞ്ഞു. പക്ഷെ നിർഭാഗ്യവശാൽ ഇങ്ങനൊരു സംഭവം നടന്നു. അത് ഒരിക്കലും സംഭവിക്കരുതാത്തതായിരുന്നു. അതിനെ ഞങ്ങൾ തികഞ്ഞ ഗൗരവത്തോടു കൂടി കാണുന്നു. അതുകൊണ്ടാണ് ഇത്തരം നടപടിക്രമങ്ങളിലേക്ക് ഒട്ടും കാലതാമസമില്ലാതെ കടന്നിരിക്കുന്നത്. ബാക്കിയുള്ള കാര്യങ്ങൾ പോലീസിൻ്റെ അന്വേഷണമാണ്. അത് അറിയട്ടെ, കോടതിയിലുമാണല്ലോ വിഷയം. അത് അറിഞ്ഞിട്ട് നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളിൽ തീരുമാനിക്കാം. എന്തായാലും കോടതി തീരുമാനം ഉണ്ടാകുന്നവരെ ഞങ്ങളുടെ നിലപാട് ഇത് തന്നെയായിരിക്കും. അതിനകത്ത് ഒരു മാറ്റമില്ല. ഇപ്പം നമ്മളുടെ മുമ്പിലുള്ളത് ഇപ്പോൾ നടക്കുന്ന ഒരു സിനിമയിലെ പ്രധാനപ്പെട്ട ഒരു വേഷം ചെയ്യുന്ന നടിയാണ് പരാതി പറഞ്ഞിരിക്കുന്നത്. അതിനെ നമ്മൾ അതേ ഗൗരവത്തോടു കൂടി കണ്ടേ മതിയാവൂ. അതിനകത്ത് യാതൊരു വിധ
ഞങ്ങളുടെ എല്ലാം അടുത്ത സുഹൃത്തും സഹപ്രവർത്തകനുമാണ്. ആ രീതിയിൽ അദ്ദേഹത്തിൻ്റെ ആരോഗ്യത്തെക്കുറിച്ചൊക്കെ ഞങ്ങൾക്ക് ആശങ്കയുണ്ട്. അത് മറ്റു പ്രശ്നമാണ്. അതും ഇതുമായിട്ട് ഞങ്ങൾ ഏതായാലും കൂട്ടിക്കലർത്താൻ ആഗ്രഹിക്കുന്നു. രഞ്ജിത്ത്, വിഷയത്തിൽ സർക്കാർ സ്വീകരിച്ചത് മുഖം നോക്കാതെയുള്ള നടപടിയെന്ന് തിരുവനന്തപുരത്തെ LDF സ്ഥാനാർത്ഥിയും നടനുമായ സുധീർ കരമന. ഇടതുപക്ഷം സ്ത്രീപക്ഷമാണ്. പരാതി വന്നപ്പോൾ നടപടിയെടുത്തു. പരാതി ശരിയോ തെറ്റോ എന്ന് വിശദമായ അന്വേഷണത്തിലൂടെ ബോധ്യപ്പെടുമെന്നും സുധീർ കരമന ന്യൂസ് 18നോട് പറഞ്ഞു. സർക്കാർ എടുത്തിരിക്കുന്ന നിലപാട് സർക്കാർ എപ്പോഴും സ്ത്രീപക്ഷമാണ്, യാതൊരു സംശയമില്ല. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സർക്കാർ അന്നു മുതൽ ഇന്ന് വരെ എല്ലാം സ്ത്രീപക്ഷത്താണ്. സ്ത്രീകൾക്ക് പറയാനുള്ള സ്വാതന്ത്ര്യം കൊടുക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും വലുത്. IC എല്ലാം ഫോം ചെയ്തത് നമ്മുടെ സർക്കാരല്ല. അപ്പോൾ ഒരുപാട് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നമ്മുടെ സർക്കാർ ചെയ്യുന്നു. അതിൻ്റെ ഭാഗമായിട്ടാണ് എന്തെങ്കിലും പരാതികൾ വരുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണല്ലോ പരാതികളുള്ളത്. പരാതികൾ വരുമ്പോൾ പരാതികൾ സ്വീകരിക്കുന്നു എന്ന് വെച്ച് പരാതികളെല്ലാം ശരിയാവണമെന്നോ തെറ്റാണെന്നോ എനിക്ക് പറയാൻ ഇപ്പോൾ പറ്റില്ല. അതിനെക്കുറിച്ചുള്ള അന്വേഷണം നടന്നുകൊണ്ടിരിക്കുന്നു. മജിസ്ട്രേറ്റിന് മുമ്പ് ഹാജരാക്കിയിട്ടുണ്ട്. അത് അതിൻ്റെ നടപടിക്രമങ്ങൾ അങ്ങനെ പോകുന്നു. സുരേഷ് ഗോപിയുടെ ലോക്സഭാ അംഗത്വം റദ്ദാക്കണമെന്ന ഹർജി നിലനിൽക്കുമെന്ന് ഹൈക്കോടതി. സുരേഷ് ഗോപി വിചാരണ നേരിടണം. CPI നേതാവിന്റെ ഹർജിയിലാണ് നടപടി. സുരേഷ് ഗോപി തെരഞ്ഞെടുപ്പ് പ്രചാരണ വേളയിൽ മതചിഹ്നങ്ങൾ ഉപയോഗിച്ചു വോട്ടർമാരെ സ്വാധീനിക്കാൻ ശ്രമിച്ചു എന്നാണ് പരാതി. അജ്ഞ രവീന്ദ്രൻ വിവരങ്ങളുമായി ചെയ്യും. അജ്ഞ, ഇത് സുരേഷ് ഗോപി ഈ വിചാരണ റദ്ദാക്കണമെന്ന ആവശ്യമാണ് മുന്നോട്ട് വെച്ചതെന്നാണ് മനസ്സിലാകുന്നത്. പക്ഷേ വിചാരണ വേണ്ടിവരും, കോടതി തീരുമാനിക്കും. തീർച്ചയായിട്ടും രഞ്ജിത്ത്, AYF തൃശൂർ ജില്ലാ സെക്രട്ടറി, ജില്ലാ പ്രസിഡന്റ് ബിനോയ് AS ഹർജിയിന്മേലാണ് ഹൈക്കോടതിയുടെ നടപടി. ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് കൌസർ എടപ്പകത്തിന്റെ ബെഞ്ചാണ് ഈ കാര്യം വ്യക്തമാക്കിയത്. സുരേഷ് ഗോപി നടപടി നേരിടണം. മതവികാരം ഇളക്കിയാണ് സുരേഷ് ഗോപി വോട്ടുകൾ നേടിയത് എന്നുള്ളതായിരുന്നു പ്രധാനപ്പെട്ട പരാതി. ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ സുരേഷ് ഗോപി നൽകിയ ഉപഹർജി അതായത് പരാതി നിലനിൽക്കില്ല എന്നുള്ള ഉപഹർജിയായിരുന്നു. ആ ഉപഹർജി തള്ളിക്കൊണ്ടാണ് കോടതി ഇത്തരത്തിൽ വ്യക്തമാക്കിയിരിക്കുന്നത്. സുരേഷ് ഗോപിയുടെ തൃശൂരിലെ ലോക്സഭാ അംഗത്വം റദ്ദാക്കണമെന്നാണ് ഹർജിയിലെ പ്രധാനപ്പെട്ട ആവശ്യം. സുരേഷ് ഗോപിക്കെതിരായ ഹർജി നിലനിൽക്കുമെന്ന് തന്നെയാണ് കോടതി വ്യക്തമാക്കിയിരിക്കുന്നത്. അതേസമയം ഈ സുരേഷ് ഗോപി CPI നേതാവിന്റെ ഹർജിയിൽ വിചാരണ നേരിടണമെന്ന് തന്നെയാണ് കോടതി വ്യക്തമാക്കിയിരിക്കുന്നത്. ഹർജിക്കാരൻ വ്യക്തമാക്കിയിരിക്കുന്ന സാഹചര്യം അനുസരിച്ചിട്ട് സുരേഷ് ഗോപി തെരഞ്ഞെടുപ്പ് പ്രചാരണ വേളകളിൽ മതചിഹ്നങ്ങൾ ഉപയോഗിച്ചും മതവികാരം ഇളക്കിവിട്ടും വോട്ടർമാരെ സ്വാധീനിക്കാൻ ശ്രമിച്ചു എന്നുള്ളതാണ്. മാത്രമല്ല, വോട്ടർമാർക്ക് പെൻഷൻ എത്തിക്കുന്ന കാര്യത്തിൽ പല വോട്ടർമാരുടെയും അക്കൌണ്ടുകളിലേക്ക് പെൻഷൻ എത്തിച്ചെന്ന തെളിവുണ്ട്. വോട്ടർമാർക്ക് മൊബൈൽ ഫോൺ വാങ്ങി നൽകിയതിന് തെളിവുണ്ട്. ഇത്തരം സാഹചര്യങ്ങളിൽ സമ്മാനങ്ങളും കൈക്കൂലിയും നൽകിയാണ് സുരേഷ് ഗോപി വോട്ട് നേടിയത്. അതേസമയം സുരേഷ് ഗോപിക്ക് വേണ്ടിയിട്ട് പ്രചാരണത്തിനെത്തിയ AP അബ്ദുള്ളക്കുട്ടി ശ്രീരാമ ഭഗവാന്റെ പേരിൽ സുരേഷ് ഗോപിക്ക് വോട്ട് നൽകണമെന്നാണ് വോട്ടർമാരോട് ആവശ്യപ്പെട്ടത്. ഇത്തരം കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് ഈ 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട സുരേഷ് ഗോപിയുടെ ലോക്സഭാ അംഗത്വം റദ്ദാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് AYF നേതാവ് ബിനോയ് AS ഹർജി അങ്ങനെയാണ്. അതുമാത്രമല്ല, സുരേഷ് ഗോപിക്ക് വേണ്ടി ഈ സുഹൃത്ത് മുഖേന സുരേഷ് ഗോപി വോട്ടർമാർക്ക് പെൻഷൻ നൽകിയത് അതിന് കൃത്യമായ തെളിവുണ്ട്. ബാങ്ക് അക്കൌണ്ടുകളിലേക്ക് പെൻഷൻ എത്തിയതിന് തെളിവുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ ജനപ്രാതിനിധ്യ നിയമപ്രകാരം സുരേഷ് ഗോപി ചെയ്തിരിക്കുന്നത് നിയമവിരുദ്ധമാണ്. അതുകൊണ്ട് തന്നെ സുരേഷ് ഗോപിയുടെ ലോക്സഭാ അംഗത്വം റദ്ദാക്കണമെന്നാണ് AYFന്റെ നേതാവിന്റെ ആവശ്യം. അങ്ങനെയാണ്. FCRI നിയമ ഭേദഗതി ബിൽ അവതരണം കേന്ദ്രം നീട്ടി എന്ന വളരെ പ്രധാനപ്പെട്ട വിവരം കൂടിയുണ്ട്. ബിൽ ഇന്ന് പരിഗണിക്കില്ലെന്ന് കേന്ദ്രമന്ത്രി കിരൺ റിജിജു വ്യക്തമാക്കി. ലോക്സഭയിലാണ് ഇന്ന് ഇതുമായി ബന്ധപ്പെട്ട ബിൽ അവതരണത്തിന് സമയം നിശ്ചയിച്ചിരുന്നത്. ये FCRA अमेंडमेंट बिल पहले इंट्रोड्यूस हुआ था, इसीलिए आज सूची में आया है. मैंने कांग्रेस के वरिष्ठ नेताओं को कल भी बताया, आज भी बताया कि आज FCRA बिल जो लिस्टेड है वो कंसिडरेशन के लिए टेकअप नहीं किया जा रहा है. और दूसरी बात, FCRA को लेकर के गलत फहमी जो फैलाया गया है केरल में, ये ठीक बात नहीं है. FCRA का जो ओरिजिनल बड़ा अमेंडमेंट 2010 में कांग्रेस ने जो लाया था, उसके बाद कई अमेंडमेंट आए हैं. इस बार जो अमेंडमेंट है ये फॉरेन से कंट्रीब्यूशन आता है उसके रेगुलेशन के लिए और सही इस्तेमाल के लिए, नेशनल सिक्योरिटी, नेशनल इंटरेस्ट, इसका ध्यान में रखते हुए पैसा का गलत इस्तेमाल ना हो, इसका निगरानी के लिए एक अच्छा कदम रहा है. और यही सरकार कर रहे हैं. किसी धर्म के खिलाफ नहीं है, किसी संगठन को टारगेट नहीं किया जा रहा है.
ബിൽ ക്രൈസ്തവർക്ക് എതിരല്ല, ക്രൈസ്തവ സഭയ്ക്കെതിരല്ലെന്നാണ് കേന്ദ്ര നിലപാട്. ബില്ലിനെതിരെ പാർലമെന്റിന് അകത്തും പുറത്തും പ്രതിഷേധം തുടരുകയാണ്. ബില്ലിന്റെ പേരിൽ കേരളത്തിൽ UDF-ഉം LDF-ഉം ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്നതായും കിരൺ റിജിജു ആരോപിച്ചു. ये FCRA अमेंडमेंट बिल पहले इंट्रोड्यूस हुआ था, इसीलिए आज सूची में आया है. मैंने कांग्रेस के वरिष्ठ नेताओं को कल भी बताया, आज भी बताया कि आज FCRA बिल जो लिस्टेड है वो कंसिडरेशन के लिए टेकअप नहीं किया जा रहा है. और दूसरी बात, FCRA को लेकर के गलत फहमी जो फैलाया गया है केरल में, ये ठीक बात नहीं है. FCRA का जो ओरिजिनल बड़ा अमेंडमेंट 2010 में कांग्रेस ने जो लाया था, उसके बाद कई अमेंडमेंट आए हैं. इस बार जो अमेंडमेंट है ये फॉरेन से कंट्रीब्यूशन आता है उसके रेगुलेशन के लिए और सही इस्तेमाल के लिए, नेशनल सिक्योरिटी, नेशनल इंटरेस्ट, इसका ध्यान में रखते हुए पैसा का गलत इस्तेमाल ना हो, इसका निगरानी के लिए एक अच्छा कदम रहा है. और यही सरकार कर रहे हैं, किसी धर्म के खिलाफ नहीं है, किसी संगठन को टारगेट नहीं किया जा रहा है. यह केरल में चुनाव को देखते हुए कांग्रेस और कम्युनिस्ट वालों ने गलत बात को फैलाया गया है. The Congress and Communist Party are misleading the people of Kerala about the FCRA. As far as FCRA Amendment Bill 2026 is concerned, we are strongly opposed to discuss in the House and pass the House. The entire minorities are very much upset about the FCRA bill, and also thousands of NGOs are conducting various relief, especially in the tribal area, scheduled caste area and fishermen area. That will be adversely affected this bill. So that's why the people of downtrodden and also marginalized people, even the tribals also demanding for withdrawal of this bill, because this bill aim is to targeting some of the minority communities, some of the NGOs and also some of the other institutions. So the Congress party also and also India Bloc parties also strongly oppose this amendment. And also I would like to appeal to government to withdraw this bill and have a detailed discussion with the concerned stakeholders. After that, this bill will be introduced in the House and discussed. TG സയ്യിദ് ഏറ്റവും പുതിയ വിവരങ്ങളുമായി ചേരും. സയ്യിദ്, ഇതിപ്പോൾ കേരളത്തിലൊരു തെരഞ്ഞെടുപ്പ് വിഷയമായി മാറേണ്ട സാഹചര്യം ഒരുങ്ങി വരികയായിരുന്നു. ഈ ബില്ല് നീട്ടിവെക്കുന്നതോടുകൂടി BJPക്ക് ഒരു ആശ്വാസം ഉണ്ടാകുന്നുവെന്ന് കരുതണോ? രഞ്ജിത്ത്, കേന്ദ്ര സർക്കാരിൻ്റെ പിന്നോട്ട് പോക്കാണ് ഇന്ന് ലോക്സഭയിൽ കണ്ടത്. കാരണം കേരളത്തിലടക്കം ഉയരുന്ന കടുത്ത പ്രതിഷേധങ്ങൾ കണക്കിലെടുത്തുകൊണ്ടാണ് ഇന്ന് ഈ പാർലമെന്റിൽ ബില്ല് അവതരിപ്പിക്കേണ്ടതില്ല എന്ന തീരുമാനത്തിലേക്ക് വന്നതെന്ന് വേണം മനസ്സിലാക്കാൻ. കേന്ദ്രമന്ത്രി കിരൺ റിജിജു വ്യക്തമാക്കിയതുപോലെ കേരളത്തിൽ കമ്മ്യൂണിസ്റ്റും കോൺഗ്രസും തെറ്റിദ്ധാരണ പരന്ന രീതിയിലുള്ള പ്രചരണങ്ങളുമായി മുന്നോട്ട് പോകുകയാണ്. തികച്ചും നല്ല ഉദ്ദേശത്തോടു കൂടി മാത്രമാണ് ഈ നിയമ ഭേദഗതിക്ക് കേന്ദ്ര സർക്കാർ ഒരുങ്ങുന്നത് എന്നതാണ് കിരൺ റിജിജുവിൻ്റെ വാദം. പക്ഷേ ഇത് കേരളത്തിലെ ക്രൈസ്തവ സഭയടക്കം വിശ്വാസത്തിലെടുത്തിട്ടില്ല. കാരണം കിരൺ റിജിജു നേരത്തെ തന്നെ വ്യക്തമാക്കിയതാണ്, ബന്ധപ്പെട്ടവരുമായി ചർച്ച നടത്തിയ ശേഷമാണിത് പാർലമെന്റിലേക്ക് കൊണ്ടുവരുന്നു എന്ന കാര്യം. പക്ഷേ ഞങ്ങളുമായി ഇതുവരെ ഒരു ആശയവിനിമയം നടന്നിട്ടില്ല എന്ന് ക്രൈസ്തവ സഭയുടെ ഭാഗമായ സഭാ നേതാക്കളൊക്കെ വ്യക്തമാക്കുകയും ചെയ്യുന്നുണ്ട്. കേരളത്തിലടക്കമുള്ള സംസ്ഥാനങ്ങളിൽ 5 സംസ്ഥാനങ്ങളിൽ തെരഞ്ഞെടുപ്പ് നടക്കുകയാണ്. അതിൽ ഏറ്റവും അധികം ഇത് ചർച്ച ചെയ്യപ്പെടുകയും ബാധിക്കപ്പെടുകയും ചെയ്യുന്നത് കേരളത്തിൽ തന്നെയാണ്. ഇത് കണക്കിലെടുത്തുകൂടി വേണം ഈ പിന്നോട്ട് പോക്കെന്ന് വേണം മനസ്സിലാക്കാൻ. മാത്രമല്ല, കേരളത്തിൽ BJPയെ സംബന്ധിച്ച് പുതുതായി അവർ പ്രതീക്ഷിക്കുന്ന വോട്ടുകൾ ക്രൈസ്തവ മേഖലയിൽ നിന്ന് കൂടിയാണ്. അപ്പോൾ ആ ക്രൈസ്തവ നയതന്ത്രം ആകെ തന്നെ പിശകായി പോകുന്നൊരു സാഹചര്യം ഉണ്ടാക്കും. ഈ സാഹചര്യത്തിൽ കൂടി വേണം ഈ പിന്നോട്ട് പോക്കെന്ന് മനസ്സിലാക്കാൻ. എന്തായാലും ഇന്ന് പാർലമെന്റിൽ, ഇന്ന് ലോക്സഭയിൽ ഇത് ചർച്ച ചെയ്ത് അടുത്ത ദിവസം രാജ്യസഭയിൽ വീണ്ടും ചർച്ചയ്ക്ക് വെച്ചത് നിയമമാക്കാനുള്ള നീക്കത്തിലേക്കായിരുന്നു കേന്ദ്ര സർക്കാർ വളരെ അടിയന്തരമായി കടന്നത്. എന്തായാലും ഇന്നിത് ലോക്സഭയിൽ ചർച്ചയ്ക്ക് എടുത്തിട്ടില്ല. അങ്ങനെയെങ്കിൽ വരും ദിവസങ്ങളിൽ എന്നിത് ചർച്ചയ്ക്ക് വരുമെന്ന കാര്യവും പ്രസക്തമായി വ്യക്തമാക്കപ്പെട്ടിട്ടില്ല. ഒരുപക്ഷേ തെരഞ്ഞെടുപ്പ് കഴിയുന്നത് വരേക്ക് ഇത് നീട്ടിവെക്കാനാണോ കേന്ദ്ര സർക്കാരിൻ്റെ നീക്കമെന്ന് സംശയിക്കേണ്ടിയിരിക്കും. ശരി, FCRA നിയമത്തിൽ എന്തിനാണ് പുതിയ ഭേദഗതി എന്ന് മനസ്സിലാകുന്നില്ലെന്ന് KCBC. ക്രൈസ്തവ സഭ മാത്രം എന്തിന് സംസാരിക്കുന്നു എന്നാണ് ചിലരുടെ ചോദ്യം. സ്വീകരിക്കുന്ന പണം കൊണ്ട് നിരവധി ആതുര ശുശ്രൂഷ പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ടെന്ന് KCBC വക്താവ് ഫാദർ തോമസ് തറയിൽ പറഞ്ഞു.
FCR നിയമ ഭേദഗതി തൃശൂരിലെ തന്റെ വിജയത്തെ ബാധിക്കില്ലെന്ന് പത്മജ വേണുഗോപാൽ. തെറ്റ് ചെയ്യാത്തവർക്ക് പേടിക്കേണ്ട കാര്യമില്ല. ക്രൈസ്തവ സമൂഹത്തിന് ഇക്കാര്യത്തിൽ ആശങ്കകളില്ലെന്നും പത്മജ ന്യൂസ് 18നോട് പറഞ്ഞു. FCRയുമായി ബന്ധപ്പെട്ടൊക്കെ ഉണ്ടാകുന്ന ആശങ്കകൾ BJP ബാധിക്കുമോ? ബാധിക്കാൻ കാരണം അത് ശരിക്കും പറയുകയാണെങ്കിൽ ഒരു സമുദായത്തിനെ മാത്രം ഇതല്ല, അത് ഹിന്ദു മതത്തിലും മുസ്ലിമുകളെയും എല്ലാവരും കള്ളത്തരം ചെയ്തിട്ടുണ്ടെങ്കിൽ ബാധിക്കും. അല്ല, ശരിക്കും നേർവഴിക്ക് പോകുന്ന ആൾക്കാരാണെങ്കിൽ അതൊരു പ്രശ്നമല്ല. ഇവരവരുടെ ഒരു ഇഷ്യൂ ആക്കി വെറുതെ പ്രശ്നം ഉണ്ടാക്കുക, ഇത് ചർച്ച പോലും ആയിട്ടില്ല. അപ്പോഴേക്കും ഇവരിങ്ങനെ പറയണത് ശരിയല്ല. ഇന്നിപ്പോൾ ചങ്ങനാശ്ശേരി ബിഷപ്പൊക്കെ ഭയങ്കര അനുകൂലമായിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. സുരേഷ് ഗോപിയുടെ വിജയത്തിൽ ക്രൈസ്തവ സമൂഹം എങ്ങനെ ഒപ്പം നിന്നു എന്നത് നമ്മൾ കണ്ടതാണ്. അവിടെ സ്വർണ്ണ കിരീടം കൊടുത്ത് ഉള്ള എൻട്രി പോലും ആ രീതിയിലൊക്കെ ചർച്ച ചെയ്യപ്പെട്ടതാണ്. അവിടെയാണ് ക്രൈസ്തവ സമൂഹത്തിനിടയിൽ ഒരു ആശങ്ക ഇതുമായി ബന്ധപ്പെട്ടുണ്ടായിട്ടുള്ളത്. ഉണ്ടായിട്ടില്ല, വിവരമുള്ളവർക്കറിയാം. അതിൽ പഠിപ്പുള്ളവർക്ക് എന്താ സംഭവിച്ചത് നല്ലോണം അറിയാം. ഞാൻ പലരോടും സംസാരിച്ച ചെറിയൊരു വിഭാഗം മാത്രം ഇങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ടാക്കാൻ വേണ്ടി ഉണ്ടാക്കുക എന്നല്ലാണ്ട്, അതല്ലേ ഞാൻ പറഞ്ഞത്, ചങ്ങനാശ്ശേരി ബിഷപ്പിനെ പോലെ ഇത്രയും ഇതുള്ള ആളൊക്കെ അനുകൂലമായിട്ട് പറയണമെങ്കിൽ അദ്ദേഹത്തിന് നല്ല വിവരമുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. അങ്ങനെ ഒന്നും ഒരു വോട്ട് ചോർച്ച ഉണ്ടാവില്ല, ഉണ്ടാവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. എനിക്കും നല്ല ബന്ധങ്ങളുണ്ട് ക്രിസ്ത്യൻ സമുദായത്തിൽ. എൻ്റെ അച്ഛൻ്റെ കൂടെ ഉണ്ടായിരുന്നവരുടെ മക്കളും കൊച്ചുമക്കളുമാണ് ഇന്നത്തെ കാലം. അപ്പോൾ എല്ലാ വോട്ടും അങ്ങനെ ഒരു ക്രിസ്ത്യൻ കാൻഡിഡേറ്റ് എന്ന് പറഞ്ഞ് പോവില്ല എന്ന് എനിക്ക് ഉറപ്പുണ്ട്. വ്യക്തിബന്ധങ്ങളും ഉണ്ടല്ലോ അതിൽ. FCRI ബില്ലിൽ കേന്ദ്രം ഒളിച്ചു കളിക്കുന്നുവെന്ന് ജോൺ ബ്രിട്ടാസ് MP ആരോപിച്ചു. ദൂരവ്യാപക പ്രത്യാഘാതങ്ങൾ സൃഷ്ടിക്കുന്ന നിയമ ഭേദഗതിയാണ്. മതപരിവർത്തന നിയമത്തിന്റെ മറ്റൊരു പതിപ്പാണ്. സന്നദ്ധ സംഘടനകളുടെ സ്വത്തുവകകൾ ഏറ്റെടുക്കാൻ കേന്ദ്രത്തിന് അധികാരം നൽകുന്നു. തന്റെ ചോദ്യത്തിന് വ്യക്തമായ ഉത്തരം നൽകിയില്ല. ജനങ്ങളെ അണിനിരത്തി ശക്തമായി പ്രതിഷേധിക്കുമെന്നും ജോൺ ബ്രിട്ടാസ് പറഞ്ഞു. FCRA, അതായത് വിദേശ ധനസഹായം കിട്ടാനുള്ള അനുമതി പത്രം, ലൈസൻസ് പുതുക്കൽ വൈകുകയോ സസ്പെൻഡ് ചെയ്യപ്പെടുകയോ ചെയ്താൽ പോലും കേന്ദ്ര സർക്കാരിന് ഈ സ്വത്തുവകയുള്ള അവകാശം ലഭിക്കും. നിലവിൽ തന്നെ തങ്ങൾക്ക് താല്പര്യമില്ലാത്ത സംഘടനകളുടെ അനുമതി 4-5 വർഷം വൈകിപ്പിക്കുക, അതുപോലെ തങ്ങൾക്കെതിരെ സംസാരിക്കുന്ന ശബ്ദിക്കുന്ന സംഘടനകളുടെ അനുമതി റദ്ദാക്കുക, ഇതൊരു രീതിയായിട്ടുണ്ട്. കഴിഞ്ഞ 10 വർഷക്കാലത്തിനിടയ്ക്ക് 23,000-ഓളം FCAR ലൈസൻസുകളാണ് ഇന്ത്യയിൽ റദ്ദാക്കപ്പെട്ടത്. അതിൽ നല്ലൊരു പങ്കും ന്യൂനപക്ഷ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ടത്, അതല്ലെങ്കിൽ കേന്ദ്ര സർക്കാരിനെതിരെ പ്രക്ഷോഭത്തിന്റെ പാതയിലുള്ള അല്ലെങ്കിൽ പ്രതികരിക്കുന്ന സന്നദ്ധ സംഘടനകളുടേതാണെന്നുള്ള കാര്യം മനസ്സിലാക്കാം. ഇപ്പോൾ മദർ തെരേസ സ്ഥാപിച്ച സിസ്റ്റേഴ്സ് ഓഫ് ചാരിറ്റി, മിഷണറീസ് ഓഫ് ചാരിറ്റി എന്നുള്ള സ്ഥാപനത്തിന്റെ FCRA ലൈസൻസ് പോലും ഇവർ റദ്ദാക്കി. കേന്ദ്ര സർക്കാരിന്റെ ചില നയങ്ങളെ കുറ്റപ്പെടുത്തി എന്നുള്ള പേരിൽ ആംനസ്റ്റി ഇന്റർനാഷണൽ, അതുപോലെ ഇവിടുത്തെ അന്തരം, പണത്തിന്റെ അന്തരം, അതായത് ഇനീക്വാളിറ്റി വർദ്ധിക്കുന്നതിനെ കുറിച്ചുള്ള റിപ്പോർട്ട് കൊണ്ടുവന്ന ഓക്സ്ഫാമിന്റെ ലൈസൻസ്, അങ്ങനെ എണ്ണിയാൽ ഒടുങ്ങാത്ത സ്ഥാപനങ്ങളുടെ ലൈസൻസുകൾ ഇവർ റദ്ദാക്കിയിട്ടുണ്ട്. സർക്കാരിന് ഒളിച്ചു കളിക്കാറുണ്ട്. ഇക്കാര്യത്തിൽ യാതൊരുവിധ സുതാര്യതയും ഇല്ലെന്ന് വേണം മനസ്സിലാക്കാൻ കഴിയുക. ന്യൂനപക്ഷങ്ങളെ നിരന്തരമായ ഭയപ്പാടിൽ നിലനിർത്താൻ വേണ്ടിയുള്ള ഒരു ശ്രമം കൂടി ഇതിന് പിന്നിലുണ്ടെന്നുള്ള കാര്യം വളരെ വ്യക്തമാണ്. ഇത് യഥാർത്ഥത്തിൽ മൗലികാവകാശങ്ങൾ, ഭരണഘടന വിഭാവനം ചെയ്യുന്ന മൗലികാവകാശങ്ങളുടെ നഗ്നമായിട്ടുള്ള ലംഘനമാണ്. സാധാരണഗതിയിൽ ഇതുപോലുള്ള നിയമങ്ങൾ കൊണ്ടുവരുമ്പോൾ ബന്ധപ്പെട്ടവരുമായി ചർച്ച ചെയ്യുക, അതിനുശേഷം ബില്ലിന്റെ യഥാർത്ഥ രൂപം നിശ്ചയിക്കാൻ വേണ്ടി സ്റ്റാൻഡിംഗ് കമ്മിറ്റിക്കോ സെലക്ട് കമ്മിറ്റിക്കോ അയക്കുക, പ്രതിപക്ഷവുമായി ചർച്ച ചെയ്യുക, ഇങ്ങനെയുള്ള നടപടിക്രമങ്ങൾ ഉണ്ടായിരുന്നു. ഈ നടപടിക്രമങ്ങളൊന്നും വേണ്ട എന്ന് വെച്ച് പൊടുന്നനെ ഈ ബില്ല് പാർലമെന്റിൽ അവതരിപ്പിക്കുകയാണ് ചെയ്തത്. ഒരു മാസമായി തുടരുന്ന പശ്ചിമേഷ്യൻ യുദ്ധം അവസാനിക്കാൻ വഴിയൊരുങ്ങുന്നു. 3 ആഴ്ചയ്ക്കുള്ളിൽ യുദ്ധം അവസാനിപ്പിക്കുമെന്നാണ് US പ്രസിഡന്റ് ട്രംപിന്റെ പ്രതികരണം. യുദ്ധത്തിൽ തകർന്നതെല്ലാം പുനഃസൃഷ്ടിക്കാൻ ഇറാന് 15 മുതൽ 20 വർഷം വരെ എടുക്കുമെന്നും ട്രംപ് പറഞ്ഞു. What is the plan to bring them back down? All I have to do is leave Iran, and we'll be doing that very soon. And they'll become tumbling down. And stock prices were up today almost to a record because they know 2 things. Number one, we have a safe country. We had to take a little detour because we had a madman named Khomeini who sadly is no longer with us. And we had regime change already. We've knocked out one regime, then we knocked out the second regime. Now we have a group of people that's very
that are very different. They're much more reasonable, I think much less radicalized. We have had regime change. We're dealing with people that are much more rational, that people pour in and destroy our country. So I have many powers, but I would say that with ഇനി യുദ്ധമുണ്ടാകില്ലെന്ന ഉറപ്പും സുരക്ഷാ ഗ്യാരണ്ടികളും വേണമെന്ന നിലപാടിലാണ് ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാൻ യൂറോപ്യൻ യൂണിയൻ പ്രസിഡന്റിനെ ഇക്കാര്യം അറിയിച്ചു. എന്നാൽ അമേരിക്കയുമായി അനുനയ ചർച്ചകളൊന്നും ഇതുവരെ ഇല്ലെന്ന് ഇറാൻ വിദേശകാര്യമന്ത്രി പറഞ്ഞു. പരോക്ഷമായ നയതന്ത്ര ചർച്ചകൾ ഒരു വശത്ത് പുരോഗമിക്കുമ്പോഴും ആക്രമണം ശക്തമായി തുടരുകയാണ്. UAEയിൽ ഡ്രോൺ ആക്രമണത്തിൽ ബംഗ്ലാദേശി പൗരൻ കൊല്ലപ്പെട്ടു. കുവൈറ്റ് വിമാനത്താവളത്തിലെ ഇന്ധന ടാങ്കിൽ ഡ്രോൺ പതിച്ച് തീപിടുത്തവുമുണ്ടായി. ദോഹ തീരത്ത് നിന്ന് 17 നോട്ടിക്കൽ മൈൽ മിസൈൽ അവശിഷ്ടം പതിച്ച ടാങ്കർ കത്തി ഇറാനിലെ മരുന്ന് ഉൽപ്പാദന ഫാക്ടറി ഇസ്രായേൽ തകർത്തു. ഇന്ധനവില കുത്തനെ കൂടിയതോടെ ഇനി വിമാനയാത്രയ്ക്കും ചിലവേറും. ഇരട്ടിയിൽ അധികമാണ് വില കൂടിയത്. വിമാന ഇന്ധനവില കിലോ ലിറ്ററിന് 2 ലക്ഷം രൂപ കടക്കുന്നത് ഇതാദ്യമാണ്. ATF കിലോ ലിറ്ററിന് 2,07,341 രൂപയാണ് ഡൽഹിയിലെ വില. മാർച്ചിലെ വില 96,638 ആയിരുന്നു. ഇത് ടിക്കറ്റ് നിരക്കിലും പ്രതിഫലിക്കും. പശ്ചിമേഷ്യൻ യുദ്ധം തുടരുന്ന പശ്ചാത്തലത്തിലാണ് അന്താരാഷ്ട്ര വിപണിയിൽ ഇന്ധനവില കുത്തനെ കൂടിയത്. രാജ്യത്ത് വാണിജ്യ സിലിണ്ടറുകളുടെ വില കുത്തനെ കൂട്ടി 195 രൂപ 50 പൈസയാണ് വർദ്ധിപ്പിച്ചത്. രാജ്യാന്തര തലത്തിൽ ഇന്ധനവില കുതിച്ചുയർന്നതോടെയാണ് നടപടി. മാർച്ച് 1-ന് 114 രൂപ 50 പൈസ വർദ്ധിപ്പിച്ചിരുന്നു. അതേസമയം ഗാർഹിക സിലിണ്ടറുകളുടെ വിലയിൽ മാറ്റമില്ല. മാർച്ച് 7-ന് ഗാർഹിക സിലിണ്ടറിന്റെ വില 60 രൂപ കൂട്ടിയിരുന്നു. ക്ഷാമത്തിന് പിന്നാലെ പാചകവാതക വില വീണ്ടും കൂടിയതോടെ പ്രതിസന്ധിയിലായി ഹോട്ടൽ വ്യവസായം. 50%-ലേറെ ഹോട്ടലുകൾ പൂട്ടി. കാറ്ററിംഗ് മേഖലയും പ്രതിസന്ധിയിലാണ്. മുന്നറിയിപ്പില്ലാതെ ഭക്ഷണ സാധനങ്ങളുടെ വിലയും ഹോട്ടലുകളിലും തട്ടുകടകളിലും കൂട്ടിക്കഴിഞ്ഞു. പശ്ചിമേഷ്യയിലെ യുദ്ധ സാഹചര്യം സംസ്ഥാനത്തും വലിയ രീതിയിൽ വീടുകളിലെ അടുക്കളകളെ മാത്രമല്ല ഹോട്ടലുകളെയും തട്ടുകടകളെയും അതുപോലെ കാറ്ററിംഗ് സംവിധാനങ്ങളെയും ഒക്കെ ബാധിക്കാൻ തുടങ്ങിയിട്ട് കുറെ ദിവസങ്ങളായി. വലിയ പാചകവാതക ക്ഷാമം ഇപ്പോഴുമുണ്ട്. അതിനിടയിലാണ് വില വർധന കൂടി വന്നതോടുകൂടി പലയിടത്തും ചായയുടെ ഉൾപ്പെടെ വില കൂടുന്നുണ്ട്. ചില കടകളൊക്കെ വളരെ പെട്ടെന്ന് ഭക്ഷണ സാധനങ്ങളുടെ വില ക്രമാതീതമായി വർദ്ധിപ്പിക്കുന്ന പരാതി പൊതുജനങ്ങൾക്കിടയിൽ നിന്ന് ഉണ്ടാകുന്നുണ്ട്. പക്ഷേ മറ്റു വഴികളില്ലാതെയാണ് ചെയ്തതെന്നാണ് പ്രധാനമായും കടക്കാർ പറയുന്നത്. പാചകവാതകം കിട്ടാനില്ല. ഇന്നും വാണിജ്യ അടിസ്ഥാനത്തിലുള്ള പാചകവാതകത്തിന്റെ വില കൂട്ടിയിരിക്കുന്നു. എന്നോടൊപ്പം തിരുവനന്തപുരത്തെ ഹോട്ടൽസ് ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷന്റെ സെക്രട്ടറി വിജയകുമാർ ചേരുന്നു. എന്താണ് ഒരു സാഹചര്യം? ഈ ഹോട്ടലുകൾ പൊതുവെ പൂട്ടിപ്പോകുന്നു, വില കൂടുന്നു, എങ്ങനെയാണ് പ്രതിസന്ധി? അതായത് ഈ പശ്ചിമേഷ്യ യുദ്ധം അതുമായിട്ട് ബന്ധപ്പെട്ടാണെന്നുണ്ടെങ്കിൽ കഴിഞ്ഞ ഒരു 10-ാം തീയതി മുതൽ തുടങ്ങിയതാണ് ഗ്യാസിന്റെ ക്ഷാമം. ആക്ച്വലി നമ്മൾ കേന്ദ്ര ഗവൺമെന്റ് പറഞ്ഞിരിക്കുന്നതെന്ന് പറഞ്ഞാൽ 70 ദിവസത്തേക്കുള്ള ആരും പേടിക്കേണ്ട എന്നുള്ളത്. പക്ഷേ 10-ാം തീയതി മുതൽ ഇന്ന് 1-ാം തീയതിയായി ഇതുവരെ നമുക്ക് അതായത് ഈ ഹോട്ടൽ മേഖലയിലും അതുപോലെ തന്നെ കാറ്ററിംഗ് മേഖലയിലും ഗ്യാസ് കിട്ടാതായിട്ട് അതൊരു വലിയൊരു ദുരന്തം തന്നെയാണ്. കാരണം ഇതിനെ ചുറ്റിപ്പറ്റി നീക്കുന്ന ഏകദേശം കേരളത്തിലുടനീളം ഏകദേശം ഒരു 50,000-ഓളം ഹോട്ടലും 50,000-60,000 അതിന്റെ ഏകദേശം പകുതിയിൽ കൂടുതൽ ഹോട്ടലുകൾ പൂട്ടിയിട്ടുണ്ട്. സാധാരണ നിലയിലുള്ള ചെറിയ ഹോട്ടലുകളുണ്ട്. അസോസിയേഷനിൽ അംഗങ്ങളായവരുടെ കണക്കാണ് 50% പറയുന്നത്. അല്ലാതെ തട്ടുകടകൾ ഉൾപ്പെടെ ഒരുപാടില്ലേ? അതെ. തട്ടുകടകൾ ആക്ച്വലി നമ്മളുമായിട്ട് യാതൊരു കണക്ഷനും ഇല്ലാത്തൊരു ബന്ധമാണ്. നമ്മുടെ സാധാരണ കോർപ്പറേഷൻ രജിസ്ട്രേഷനും അതുപോലെ തന്നെ ഫുഡ് സേഫ്റ്റി ലൈസൻസുമായിട്ടുള്ള രജിസ്ട്രേഷനിലുള്ള കടകളാണ് നമ്മുടെ അസോസിയേഷനിലുള്ളത്. അതുമായിട്ട് ബന്ധപ്പെട്ട് കണക്ക് നോക്കുകയാണെങ്കിൽ ഏകദേശം 50-60% ഇടയ്ക്ക് ഹോട്ടലുകൾ പൂട്ടി. പിന്നെ പലരും വിറകടുപ്പുകളോടും അതുപോലെ തന്നെ ഗ്യാസ് ഇലക്ട്രിക്കൽ സാധനങ്ങളും അതെല്ലാം കൂടെ വെച്ച് കടകൾ ഒരുവിധം നടത്തിക്കൊണ്ട് പോകുന്നുണ്ട്. ഇലക്ട്രിസിറ്റി അതുപോലെ തന്നെ നോർമലി നമുക്ക് കിട്ടുന്നതിനേക്കാൾ കമേഴ്സ്യൽ ഇലക്ട്രിക്കലിന് വില കൂടുതലായതുകൊണ്ട് ഓട്ടോമാറ്റിക്കായിട്ട് കാരണം ഈ സിസ്റ്റത്തിൽ വെച്ച് ഇലക്ട്രിക്കൽ സിസ്റ്റത്തിൽ വെച്ച് ചായയും മറ്റു കാര്യങ്ങളും ഉണ്ടാക്കുമ്പോൾ സാധാരണ നിലയിൽ ഒരു വില കൂടാനുള്ള സാധ്യതയുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിലാണ് പല കടകളും ഇപ്പം നമ്മുടെ ഇദ്ദേഹം പറഞ്ഞതുപോലെ ഗ്യാസ് സാധനങ്ങളുടെ വില കൂടിയെന്ന് പറയുന്നത് ശരി തന്നെയാണ്. കാരണം പലർക്കും ഇതിനെ അതിജീവിക്കാൻ പറ്റാത്തത് കൊണ്ടാണ് ഇങ്ങനെ ഒരു സാഹചര്യത്തിലേക്ക് കടന്നത്. കാരണം കഴിഞ്ഞ ഒരു 6 മാസത്തെ കണക്കെടുത്ത് നോക്കുകയാണെങ്കിൽ 1,600 രൂപ ഗ്യാസ് ആയിരുന്ന ഇന്ന് 2,200 എത്തിയിരിക്കുകയാണ്. ആ ഒരു സാഹചര്യത്തിൽ ഗ്യാസ് മാത്രമല്ല അത് പിന്നെ പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങളും അതുപോലെ തന്നെ എല്ലാ ഓയിലും പെട്രോളിന്റെ വില കൂടുമെന്ന് പറയുന്നുണ്ടെങ്കിലും തന്നെ നമ്മുടെ ഓയിൽ മേഖലയിൽ നമുക്ക് കിട്ടുന്ന പാം ഓയിൽ അതുപോലെ തന്നെ പിന്നെ കുക്കിംഗ് എണ്ണകൾ ഇതെല്ലാത്തിനും
ഏകദേശം ഒരു 20-25% എണ്ണ വില കൂടിയിരിക്കും. ആ സാഹചര്യത്തിൽ എന്തായിരുന്നാലും പിന്നെ ഹോട്ടലുകാർക്ക് വില കൂട്ടാതിരിക്കാനുള്ള സാധ്യത കുറവാണ്. അത് കൂടും. പക്ഷേ അസോസിയേഷൻ ഇതുമായിട്ട് വിലയുടെ കാര്യത്തിൽ അസോസിയേഷൻ നിയന്ത്രണമില്ലേ? ഓരോ സ്ഥാപനവും അവർക്ക് തോന്നും പോലെ കൂട്ടും, അങ്ങനെയാണോ? അങ്ങനെയല്ല, അസോസിയേഷൻ വില നിയന്ത്രണത്തില്ല. കാരണം ഓരോരുത്തരും അവർ ചെയ്യുന്ന സർവീസിനനുസരിച്ചാണ് ശരിക്കും വില കൂട്ടുന്നത്. കാരണം എന്ത് സർവീസ് ചെയ്യുന്നു അതിന്റെ അടിസ്ഥാനത്തിലാണ് പല ഹോട്ടലുകൾ. കാരണം നമുക്ക് ഉദാഹരണത്തിന് എടുക്കാം, തട്ടുകടയിൽ കിട്ടുന്നതെന്ന് പറഞ്ഞാൽ ഒരു ലൈസൻസും ഇല്ല. 100 രൂപയ്ക്ക് ലൈസൻസ് എടുത്താൽ അതേ വിലയ്ക്ക്, അതായത് 10 രൂപയ്ക്ക് തട്ടുകടയിൽ അല്ലെങ്കിൽ റോഡിൽ വിൽക്കുന്ന സാധനങ്ങൾ കിട്ടുന്ന അതേ വിലയ്ക്ക് ഒരു ഷോപ്പ് വാടകയ്ക്ക് എടുത്തിട്ട് അതിന്റെ റെന്റ്, സ്റ്റാഫിന്റെ മെയിൻ്റനൻസ്, അതുപോലെ മെഡിക്കൽ, ഇതുപോലുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇതുമായിട്ട് ബന്ധപ്പെട്ട് നോക്കുമ്പോൾ സാറിന് 10 രൂപയ്ക്ക് തട്ടുകടയിൽ കൂടുതലാണെന്ന് വേണമെങ്കിൽ പറയാം. കാരണം ഹോട്ടലുകളിൽ 12 രൂപയെ ആക്കിയിട്ടുള്ളൂ. പിന്നെ അതുമാതിരി തന്നെ ഈ തട്ടുകടകളിൽ പിന്നെ ഇദ്ദേഹം പറയുന്നത് ഇപ്പോൾ 10 രൂപ എന്ന് പറയുന്നത് 12 തട്ടുകടയിൽ തന്നെ ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഹോട്ടലുകാർ ഓട്ടോമാറ്റിക്കായിട്ട് വില കൂട്ടേണ്ട ഒരു സാഹചര്യം വന്നിരിക്കുകയാണ്. പല സ്ഥലത്തും പല കാറ്ററിംഗ് സ്ഥാപനങ്ങളും പിന്നെ ഓർഡർ ഇതുവരെ എടുക്കാനുള്ള സാഹചര്യം ഉണ്ടായിട്ടില്ല. എടുത്തത് തന്നെ എങ്ങനെ കൊടുക്കും എന്നുള്ളൊരു അവസ്ഥയും കൂടെയാണ്. ആ ഒരു സാഹചര്യം ഇനി എങ്ങനെ മറികടക്കുമെന്ന് അറിയില്ല. പക്ഷേ ഇന്നലെയും മെനിങ്ങന്നുമായിട്ട് നമ്മൾ ഡിസ്ട്രിക്ട് സപ്ലൈ ഓഫീസറുമായിട്ടൊക്കെ സംസാരിച്ചതിന്റെ അടിസ്ഥാനത്തിൽ അവർ പറയുന്നത് എന്തെന്ന് പറഞ്ഞാൽ നമുക്ക് ഏകദേശം ഹോട്ടൽസിനും അതല്ല കാറ്ററിങ്ങിന് ഇതുവരെ ഒരു 10% തന്നെയാണ് നിൽക്കുന്നത്. ഹോട്ടലുകൾക്ക് 50-60% വരെ ഗ്യാസ് കൊടുത്തിട്ടുണ്ട്. അത് കണ്ടിന്യൂ ചെയ്യുമെന്നാണ് പറയുന്നത്. പക്ഷേ പല കമ്പനികളും, അതായത് IOC, ഭാരത് പെട്രോളിയം, ഹിന്ദുസ്ഥാൻ പെട്രോളിയം, ഇവരെല്ലാം ഭാരത് പെട്രോളിയം ആദ്യം നമുക്കെല്ലാം വളരെ ഫ്രീ ആയിട്ട് ഇങ്ങനെ തന്നു തുടങ്ങി. ഇന്ത്യൻ ഓയിൽ അതോടൊപ്പം വരുന്നുണ്ട്. പക്ഷേ ഹിന്ദുസ്ഥാൻ പെട്രോളിയം ഇതുവരെ ഒരു സപ്ലൈയിലേക്ക് കടന്നിട്ടില്ല എന്നുള്ളതാണ്. കാരണം തിങ്കളാഴ്ച ഇതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ സംസ്ഥാന പ്രസിഡന്റ് ഹിന്ദുസ്ഥാൻ പെട്രോളിയമായിട്ട് സംസാരിച്ചതിന്റെ അടിസ്ഥാനത്തിൽ അവർ ഇന്ന് മുതൽ സപ്ലൈ ചെയ്തൊന്നും തുടങ്ങും എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അത് എന്ത് സംഭവിക്കും എന്നുള്ളത് അറിയില്ല. സപ്ലൈ ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്മളെല്ലാം പല കമ്പനികളുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുകയാണ്. പക്ഷെ ആർക്കും സപ്ലൈ കിട്ടുന്നില്ല. പ്രതിസന്ധി ഉടൻ പരിഹരിക്കപ്പെടുന്ന ഒരു സൂചന അവിടെ നിന്ന് വരുന്നുമില്ല. ഒന്നുമില്ല. കാരണം അത് ഈ യുദ്ധം നടക്കുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ നമുക്ക് എല്ലാവർക്കും സാധാരണ ആൾക്കാർക്ക് മനസ്സിലാവുന്ന കുറെ കാര്യങ്ങളാണ്. ഇതിനെ ഒരു പ്രതിസന്ധി ഇങ്ങനെ നേരിട്ടുകൊണ്ടേ ഇരിക്കേണ്ടി വരും. പക്ഷെ ഇനി കാറ്ററിംഗ് സ്ഥാപനങ്ങൾ എന്ത് സംഭവിക്കും എന്നുള്ളത് അറിയാൻ പറ്റാത്തൊരു കണ്ടീഷൻ കൂടെയാണ്. അതാണ് പശ്ചിമേഷ്യൻ യുദ്ധം വലിയ പ്രതിസന്ധി നമ്മുടെ അടുക്കളകൾ മാത്രമല്ല, വലിയൊരു വ്യവസായ മേഖല, ഒരു ബിസിനസ് രംഗത്തെ കൂടിയാണ് വലിയ രീതിയിൽ ബാധിക്കുന്നത്. ഹോട്ടലുകൾ വില കൂട്ടുന്നു എന്നത് സാധാരണക്കാർക്ക് വലിയ പ്രതിസന്ധിയാണ്. ഹോട്ടലുകാർക്ക് പറയാൻ ന്യായമുണ്ട്, അവർക്ക് മറ്റ് വഴികളില്ല, പാചകവാതം കിട്ടാനില്ല, കിട്ടുന്നതിൽ തന്നെ വീണ്ടും വില കൂടുന്ന സാഹചര്യമുണ്ട്. കാറ്ററിംഗ് യൂണിറ്റുകൾ വർക്കെടുക്കാൻ കഴിയാതെ പൂട്ടിപ്പോകുന്ന അവസ്ഥയുണ്ട്. ഹോട്ടലുകൾ പലതും 50% അടച്ചിട്ട അവസ്ഥയുണ്ട്. തട്ടുകടകളിൽ പോലും വലിയ പ്രതിസന്ധിയാണ്. ബിപിൻ മുരളിക്കൊപ്പം വി അരുൺ, ന്യൂസ് 18 തിരുവനന്തപുരം. യുദ്ധത്തിന്റെ കെടുതികൾ ഉപജീവനത്തെ കാര്യമായി തന്നെ ബാധിച്ചത് ലോട്ടറി ജീവനക്കാർ. ചായക്കടകൾ തുറക്കാതായതോടെ കച്ചവടം കാര്യമായി കുറഞ്ഞിരിക്കുകയാണെന്നും ടിക്കറ്റ് വിൽപ്പനക്കാർ പറയുന്നു. ഇറാൻ ഇസ്രയേൽ യുദ്ധം രാജ്യാന്തര തലങ്ങളിൽ മാത്രമല്ല സാധാരണക്കാരായ മനുഷ്യരെയും നേരിട്ട് തന്നെ ബാധിച്ചു തുടങ്ങിയിരിക്കുന്നു എന്നതാണ് വാസ്തവം. തെരഞ്ഞെടുപ്പ് കാലത്ത് യുദ്ധം ഏത് തരത്തിലാണ് സാധാരണക്കാരുടെ ജീവിതത്തെ ബാധിക്കുന്നത്? ആ ചോദ്യത്തിന് ഉത്തരം തേടുകയാണ് ഞങ്ങൾ. എന്നോടൊപ്പം ലോട്ടറി വിൽപ്പന നടത്തുന്ന ഒരു മധ്യവയസ്കൻ ചേരുന്നു. എന്താ ചേച്ചി പേര്? സുഗന്ധി. എവിടെയാ സ്ഥലം? പരശുവയ്ക്കൽ. എങ്ങനെയുണ്ട് കച്ചവടം? കച്ചവടം കുറവ്. ഈ യുദ്ധം നടക്കുന്ന അറിയാലോ. യുദ്ധം നടക്കുന്നു. അത് എങ്ങനെയാ നിങ്ങളെ എങ്ങനെയാ ബാധിച്ചേക്കുന്നത്? ഇപ്പൊ ഒരുപാട് ബാധിച്ചിരിക്കുന്നു. ഹോട്ടലുകളൊന്നും പ്രവർത്തിക്കുന്നില്ല. അല്ലെങ്കിൽ ഹോട്ടലിൽ ചായ കുടിക്കാൻ വരുന്നവരാണ് കൂടുതൽ ടിക്കറ്റുകൾ എടുക്കുന്നത്. അങ്ങനെ കച്ചവടങ്ങളെല്ലാം കുഴപ്പമായി. അത് നിങ്ങളെ ബാധിക്കും? നല്ല ബാധിക്കുന്നു. വീട്ടിൽ ഗ്യാസാണോ? ഗ്യാസാണോ വേറെ എങ്ങനെയാ? വീട്ടിൽ ഗ്യാസ് കിട്ടുന്നുണ്ട്. എല്ലാ പാട് തന്നെ കിട്ടാൻ പാട്. വിറക് എങ്ങനെയാണ് പകരം? പണ്ടതുപോലെ വിറകിനെ ആശ്രയിക്കേണ്ടി വരുന്നു. വിറകുണ്ടോ? വീട്ടിലുണ്ടോ? വിറകുമില്ല. വിലക്ക് മേടിക്കണം. വിലക്ക് വാങ്ങണം. പരശുവയ്ക്കലൊക്കെ വിറകുള്ള സ്ഥലമല്ലേ? ഇല്ല, നമുക്കവിടെ ഇല്ല. നമ്മൾ താമസിക്കുന്നില്ല. അപ്പൊ ഇനി ചായക്കടകൾ തുറന്നാലേ പ്രതീക്ഷയുള്ളൂ. ചായക്കടകൾ തുറന്നാലേ പ്രതീക്ഷയുള്ളൂ. അപ്പൊ ഈ ടിക്കറ്റ് മിച്ചം വരാറുണ്ടോ? മിച്ചം വരാറുണ്ട്. അപ്പൊ അത് നഷ്ടമാകത്തില്ലേ? നഷ്ടം. അപ്പൊ എണ്ണം കുറച്ചിട്ടുണ്ടോ എടുക്കുന്ന ടിക്കറ്റ്? എണ്ണം കുറച്ച്, എന്നാലും വിൽക്കാൻ പ്രയാസമില്ല. എണ്ണം കുറച്ച്. അപ്പം യുദ്ധം തെരഞ്ഞെടുപ്പ് കാലത്താണ് ഈ യുദ്ധത്തിന്റെ സമയത്താണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. യുദ്ധം കൂടി വരുന്നു. അപ്പൊ അതാണ് സാഹചര്യം. അപ്പൊ അവരും വലിയ നിരാശയിലാണ്. കാരണം രണ്ടറ്റം കൂട്ടിമുട്ടിക്കാൻ പാടുപെടുകയാണ് ഈ ലോട്ടറി ടിക്കറ്റുമായി സാധാരണക്കാരായ ലോട്ടറി വിൽപ്പനക്കാർ. നമുക്കറിയാം, അതുകൊണ്ട് ജീവിക്കുന്ന 10,000-കണക്കിന് ആളുകൾ കേരളത്തിലുണ്ട്. അവരുടെ പ്രതീക്ഷകൾക്ക് മേൽ കൂടിയാണ് യുദ്ധത്തിന്റെ ഈ ഇരുള് കരുതലിൽ വീഴ്ത്തുന്നത്. ക്യാമറമാൻ
അരുൺ എമ്മിനൊപ്പം ഡാൻ കുര്യൻ, ന്യൂസ് 18. വോട്ടെടുപ്പ് അടുക്കുന്തോറും സംസ്ഥാനത്ത് ഇഞ്ചോടിഞ്ച് പോരാട്ടം കടുക്കുകയാണെന്ന് സൂചന നൽകി വോട്ട് വൈബിന്റെ കേരള ഒപ്പീനിയൻ പോൾ ട്രാക്കറിന്റെ രണ്ടാം ഭാഗം. ആദ്യ ഭാഗത്തിൽ LDFന് നേരിയ മുൻതൂക്കമാണ് വോട്ട് വൈബ് അഭിപ്രായ സർവേ പ്രവചിച്ചിരുന്നതെങ്കിൽ ഇക്കുറി UDFനാണ് മേൽക്കൈ നൽകിയിരിക്കുന്നത്. മാർച്ച് 30 വരെയുള്ള ദിവസങ്ങളിലാണ് കേരളത്തിലെ വിവിധ മണ്ഡലങ്ങളിൽ വോട്ട് വൈബ് അഭിപ്രായ സർവേ നടത്തിയത്. ആദ്യഘട്ടത്തിലേതുപോലെ തന്നെ നിരവധി ചോദ്യങ്ങൾ ഈ സർവേയിലും ഉൾപ്പെടുത്തിയിരുന്നു. സർക്കാരിന്റെ 5 വർഷത്തെ പ്രവർത്തനത്തെ എങ്ങനെ വിലയിരുത്തുന്നു എന്ന ചോദ്യത്തിന് വളരെ മികച്ചതെന്ന് 32.9% പേർ അഭിപ്രായം പറഞ്ഞു. നല്ലതാണെന്ന് 7.8%, ശരാശരി മാത്രമെന്ന് 14.7%, മോശമാണെന്ന് 20.3%, വളരെ മോശമാണെന്ന് 23.1% അഭിപ്രായപ്പെട്ടു. ഒന്നാം പോൾ ട്രാക്കറിൽ സർക്കാരിന്റെ പ്രവർത്തനം വളരെ മികച്ചതെന്ന് അഭിപ്രായപ്പെട്ടത് 31.6% പേരായിരുന്നു. എന്നാൽ രണ്ടാം ഭാഗത്തിൽ നേരിയ വർധനമുണ്ടായിട്ടുണ്ട്. ആരായിരിക്കണം അടുത്ത മുഖ്യമന്ത്രി എന്നതായിരുന്നു രണ്ടാമത്തെ ചോദ്യം. പിണറായി വിജയനെ പിന്തുണച്ചവർ 31.6%, VD സതീശനെ പിന്തുണച്ചവർ 29.3%, രാജീവ് ചന്ദ്രശേഖരനെ പിന്തുണച്ചവർ 11.9%. മറ്റു പ്രമുഖ നേതാക്കൾക്കെല്ലാം 10% താഴെ ആളുകളുടെ പിന്തുണ മാത്രമാണ് ലഭിച്ചത്. ആദ്യഘട്ടത്തിലേതിന് സമാനമായിരുന്നു ഈ ഘട്ടത്തിലും ഈ ചോദ്യത്തോടുള്ള പ്രതികരണം. ഈ ചോദ്യത്തോട് ആദ്യഘട്ടത്തിൽ നിന്നും വ്യത്യസ്തമായി 3 പ്രമുഖ നേതാക്കൾക്കുമുള്ള പിന്തുണ കൂടിയെന്നാണ് വ്യക്തമാകുന്നത്. വോട്ട് ട്രാക്കർ 1-ൽ പിണറായി തന്നെ മുഖ്യമന്ത്രിയായി തുടരണമെന്ന് അഭിപ്രായപ്പെട്ടവർ 29.2%. അതിക്കുറി 31.6% വർദ്ധിച്ചു. VD സതീശന്റെ പിന്തുണ 29% നിന്നും 29.3%, രാജീവ് ചന്ദ്രശേഖരന്റെ പിന്തുണ 10.8% നിന്നും 11.9% വർദ്ധിച്ചു. ഈ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ ചർച്ചയാവുന്ന പ്രധാനപ്പെട്ട പ്രശ്നം എന്താ എന്നതായിരുന്നു അടുത്ത ചോദ്യം. വിലക്കയറ്റമാണെന്നായിരുന്നു കൂടുതൽ പേരും പ്രതികരിച്ചത്. തൊഴിലില്ലായ്മ, അഴിമതി, മദ്യവും ലഹരിയും എന്നീ വിഷയങ്ങളിലാണ് മറ്റുള്ളവർ പ്രധാനമായും ഉന്നയിച്ചത്. അമേരിക്ക ഇറാൻ യുദ്ധസമയത്തുണ്ടായ ഇന്ധന പ്രതിസന്ധിയെ ഇന്ത്യ എങ്ങനെ കൈകാര്യം ചെയ്തെന്ന ചോദ്യത്തിന് 24.1% ആളുകൾ മികച്ച രീതിയിലെന്ന് മറുപടി നൽകി. 11.7% പേർ നല്ല രീതിയിലെന്നും ശരാശരിയെന്ന് 23.4% ആളുകളും പ്രതികരിച്ചപ്പോൾ മോശമെന്ന് പറഞ്ഞവർ 21.9%. വളരെ മോശമെന്നായിരുന്നു 14.4% പേരുടെ പ്രതികരണം. 4.5% പേർ ഈ ചോദ്യത്തോട് പ്രതികരിച്ചില്ല. യുദ്ധസമയത്തെ ഇന്ത്യയുടെ നയതന്ത്ര ഇടപെടലുകളെ എങ്ങനെ വിലയിരുത്തുന്നു എന്നായിരുന്നു അടുത്ത ചോദ്യം. വളരെ നല്ല രീതിയിലെന്ന് 24.1% പേർ പറഞ്ഞപ്പോൾ 10.7% പേർക്ക് നല്ല രീതിയിലെന്ന അഭിപ്രായമായിരുന്നു. ശരാശരിയെന്ന് 21.9% പേരും മോശമെന്ന് 20.6% പേരും പ്രതികരിച്ചു. വളരെ മോശമെന്നായിരുന്നു 17.2% പേരുടെ പ്രതികരണം. 5.4% പേർ ഇക്കാര്യത്തിൽ അഭിപ്രായം പറഞ്ഞില്ല. വോട്ട് ചെയ്യുമ്പോൾ പരിഗണിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം എന്തായിരിക്കുമെന്ന നിർണായക ചോദ്യമായിരുന്നു അടുത്തത്. വികസനത്തിനായിരിക്കും വോട്ട് ചെയ്യുക എന്ന് പറഞ്ഞത് 25.7% പേരാണ്. സംസ്ഥാന സർക്കാരിന്റെ പ്രവർത്തനങ്ങൾക്ക് വോട്ട് ചെയ്യുമെന്ന് 15.2% പേരും പ്രധാനമന്ത്രിയുടെ മികവിന് വോട്ട് ചെയ്യുന്നവർ 12.2%. മുഖ്യമന്ത്രിയുടെ മികവിന് വോട്ട് ചെയ്യുന്നവർ 11.7%. പാർട്ടി ചിഹ്നത്തിനായിരിക്കും വോട്ടെന്ന് പറഞ്ഞവർ 10.2% പേർ. സ്ഥാനാർത്ഥിയെ നോക്കി വോട്ട് ചെയ്യുമെന്ന് 9.5% പേരും ആനുകൂല്യങ്ങൾ പരിഗണിച്ച് വോട്ട് ചെയ്യുമെന്ന് 2.7% പേരും മതവും ജാതിയും നോക്കി വോട്ട് ചെയ്യുമെന്ന് 1.5% പേരും പറഞ്ഞു. മറ്റു കാരണങ്ങൾ പറഞ്ഞത് 5.8% പേരുണ്ട്. അഭിപ്രായം പറയാത്തവർ 5.6%. വ്യക്തമായ രാഷ്ട്രീയ ചോദ്യമായിരുന്നു അടുത്തത്. CPM-ലെ പ്രശ്നങ്ങളും ചില നേതാക്കൾ പാർട്ടി വിട്ടതും ഇടത് വിജയസാധ്യതയെ ബാധിക്കുമോ എന്നതായിരുന്നു ഇത്. എങ്കിൽ എത്ര എന്ന ചോദ്യത്തിന്
41.8% പേരും CPM-നെ പ്രതികൂലമായി ബാധിക്കുമെന്ന് മറുപടി നൽകി. ഇല്ലെന്ന് പറഞ്ഞത് 29.3%, ചെറിയ തിരിച്ചടി ഉണ്ടാകുമെന്ന് 13.8% പേരും പറഞ്ഞു. അഭിപ്രായം പറയാത്തവർ 15.1%. ഈ തെരഞ്ഞെടുപ്പ് കാലത്തെ ഏറ്റവും സജീവമായ രാഷ്ട്രീയ വിവാദത്തിലാണ് അടുത്തതായി ഉത്തരം തേടിയത്. കോൺഗ്രസ് ആരോപിക്കുന്ന LDF BJP ഡീലുണ്ടെന്ന് കരുതുന്നുണ്ടോ എന്ന ചോദ്യമായിരുന്നു അത്. ഉത്തരം ഇങ്ങനെ. ഈ ചോദ്യങ്ങളുടെയും ഉത്തരങ്ങളുടെയും അടിസ്ഥാനത്തിലും വോട്ട് വൈബ് നടത്തിയ അഭിപ്രായ സർവേയുടെ ആകത്തുകയിലും സംസ്ഥാനത്ത് പ്രവചിക്കുന്ന വോട്ട് വിഹിതം ഇങ്ങനെയാണ്. ഒടുവിലായി സംസ്ഥാനത്തെ തെരഞ്ഞെടുപ്പ് ഫലം എന്തായിരിക്കുമെന്നതാണ് അടുത്ത ചോദ്യം. വോട്ട് വൈബിന്റെ അഭിപ്രായ സർവേ പ്രവചിക്കുന്ന ഫലം UDF-ന് നേരിയ മേൽക്കൈ നൽകുന്നതാണ്. ആദ്യത്തെ വോട്ട് ട്രാക്കർ LDF-നായിരുന്നു നേരിയ മുൻതൂക്കമെങ്കിൽ അതിലൊരു മാറ്റം വന്നിരിക്കുന്നു. NDA-ക്ക് ലഭിക്കാവുന്ന സീറ്റുകളുടെ എണ്ണത്തിലും വർധനവ് പ്രവചിക്കുന്നു. UDF-ന് 67 മുതൽ 73 സീറ്റുകൾ വരെ കിട്ടാം. LDF-ന് സാധ്യതയുള്ളത് 64 മുതൽ 70 വരെ സീറ്റ്. NDA 1 മുതൽ 5 വരെ സീറ്റുകൾ നേടിയേക്കാം. ആർക്കും വലിയ ഭൂരിപക്ഷം വോട്ട് വൈബിന്റെ 2 വോട്ട് ട്രാക്കറുകളും പ്രവചിക്കുന്നില്ല. അതായത് സംസ്ഥാനത്ത് അധികാരം പിടിക്കാൻ ഇരു മുന്നണികളും ഇഞ്ചോടിഞ്ച് പോരാട്ടത്തിൽ തന്നെയാണെന്നാണ് ഈ ഫലം വ്യക്തമാക്കുന്നത്. സീറ്റ് വർദ്ധിപ്പിക്കാനുള്ള ശ്രമത്തിൽ NDA-യും കഠിന പ്രയത്നത്തിലാണെന്നും വോട്ട് ട്രാക്കർ 2 സൂചന നൽകുന്നു. ന്യൂസ് ഡെസ്ക് ന്യൂസ് 18. SDPI വോട്ട് ആർക്ക് ചെയ്യുന്നു എന്ന കാര്യം അവർ തീരുമാനിക്കട്ടെ എന്ന് CPM ജനറൽ സെക്രട്ടറി MA ബേബി. ഇടതുപക്ഷത്തിന് അനുകൂലമായി വോട്ട് ചെയ്താൽ സ്വീകരിക്കും. ഏത് പാപിക്കും ഒരു ഭാവിയുണ്ടെന്നാണ് MA ബേബിയുടെ പ്രതികരണം. SDPI പോലെ നമുക്ക് അംഗീകരിക്കാൻ കഴിയാത്ത പ്രവർത്തന രീതികൾ പിന്തുടരുന്നവരുണ്ട്. അപ്പം CPIM-നെയും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെയും സംബന്ധിച്ചിടത്തോളം ഒരു തരത്തിലുള്ള വർഗീയ നിലപാടെടുക്കുന്നവരുമായും നമുക്ക് അംഗീകരിക്കാൻ കഴിയാത്ത പ്രവർത്തന ശൈലി പിന്തുടരുന്നവരുമായും സഹകരിക്കുന്ന യാതൊരു പ്രശ്നമേ ഇല്ല. എന്നാൽ ഇത്തരത്തിലുള്ള സംഘടനകൾ അവരവരുടേതായ കാരണങ്ങളാൽ ഏതെങ്കിലും മണ്ഡലത്തിൽ ഒരു തരത്തിലും അവർക്ക് സ്വീകാര്യരല്ലാത്ത ചിലരെ പരാജയപ്പെടുത്തണം. അതിന് ആ മണ്ഡലത്തിൽ ഏറ്റവും സാധ്യതയുള്ളത് ആർക്കാണ് എന്ന് അവർ പരിശോധിച്ചിട്ട് അവരവരുടെ നിഗമനങ്ങളിലെത്തി അവർ തീരുമാനങ്ങൾ പ്രഖ്യാപിച്ചു എന്ന് വരും. അതിൽ ഇത്തരം സംഘടനകളുമായി സംസാരിച്ച് എന്തെങ്കിലും ധാരണയുണ്ടാക്കി അവരുടെ വോട്ടുകൾ നേടുക എന്നൊരു സമീപനമേ CPIM-നോ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കോ ഇല്ല. ഭൂതകാലത്തെ മറച്ചുപിടിക്കാനാണ് സുധാകരൻ പുതിയ ആരോപണങ്ങൾ ഉന്നയിക്കുന്നതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. എത്തിയ ക്യാമ്പിന്റെ പ്രത്യേകതയാണ് സുധാകരന്റെ മാറ്റം. BJP വോട്ടുകൾ ലഭ്യമാകുമെന്ന് അറിയിച്ച സുധാകരനെ പിന്താങ്ങുന്ന കോൺഗ്രസിന്റെ അവസ്ഥ ദയനീയമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. കൃഷ്ണപിള്ള സ്മാരക സംഭവത്തിൽ സജി ചെറിയാനെ മുഖ്യമന്ത്രി പിന്തുണച്ചു. സ്മാരകം തകർത്തതിൽ പാർട്ടി അന്വേഷണം നേതൃത്വം ഇടപെട്ട് തടഞ്ഞു എന്ന സുധാകരന്റെ ആരോപണത്തിൽ മുഖ്യമന്ത്രി മറുപടി പറഞ്ഞില്ല. സുധാകരന്റെ സ്വന്തം തട്ടകത്തിൽ അദ്ദേഹത്തിന്റെ ആരോപണങ്ങൾക്ക് മറുപടി പറഞ്ഞു തന്നെയാണ് മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനത്തിന്റെ ഏറിയ പങ്കും കടന്നുപോയത്. അദ്ദേഹം ആലപ്പുഴയുടെ രാഷ്ട്രീയ ചരിത്രം എടുത്തുകാട്ടി. അതോടൊപ്പം തന്നെ ഒരു വ്യതിയാനങ്ങൾക്കൊപ്പവും മാറാത്ത പാർട്ടിയാണ് ആലപ്പുഴയിലെ പാർട്ടി. കോൺഗ്രസിന്റെ തൊപ്പി തലയിൽ വെച്ച് അദ്ദേഹം കോൺഗ്രസിന് വേണ്ടി ഭൂതകാലം മറച്ചുപിടിക്കുന്നു എന്നുള്ളതാണ് മുഖ്യമന്ത്രി പ്രതികരിച്ചത്. അതോടൊപ്പം തന്നെ രാഷ്ട്രീയ ജീർണതയാണ് അദ്ദേഹത്തിന്റെ നീക്കം എന്നുള്ളതും വ്യക്തമാക്കുന്നു. BJP-യുടെ വോട്ട് കൂടി വാങ്ങി ജയിക്കുമെന്ന് പറയുന്ന സുധാകരനെ UDF-ലേക്ക് അല്ലെങ്കിൽ പിന്താങ്ങുന്ന UDF-ന്റെ അവസ്ഥ ദയനീയമാണെന്ന് കൂടി മുഖ്യമന്ത്രി പരിഹസിച്ചു. അദ്ദേഹം അതിനേക്കാളും അപ്പുറവും പറയും. അദ്ദേഹത്തിന്റെ പ്രശ്നം എന്താന്ന് പറഞ്ഞാൽ ഈ തന്റെ ഭൂതകാലം അദ്ദേഹത്തിന് നിഷേധിക്കണം. അപ്പോൾ ഭൂതകാലത്തെ ഏതെല്ലാം തരത്തിൽ ഇപ്പൊ ചേർന്നവർക്ക് അനുകൂലമാക്കി മാറ്റാൻ കഴിയോ അതിനുവേണ്ടിയുള്ള ശ്രമം അദ്ദേഹം നടത്തും. അതിന് CPIM-നെയും CPIM-ന്റെ പ്രധാനികളെയും നല്ല നിലക്ക് ആക്രമിക്കാൻ അദ്ദേഹം തുനിയും. അമ്പലപ്പുഴയിൽ മുഖ്യമന്ത്രിയും ഒപ്പം തന്നെ പാർട്ടി സെക്രട്ടറി MB ഗോവിന്ദനെയും മത്സരിക്കാൻ വെല്ലുവിളിച്ച സുധാകരനും മുഖ്യമന്ത്രി മറുപടി നൽകി. സുധാകരൻ അതിനും അപ്പുറം പറയും. എത്തപ്പെട്ട ക്യാമ്പിന്റെ പ്രത്യേകതയാണ് അത് എന്നുള്ളതാണ് മുഖ്യമന്ത്രി മറുപടി പറഞ്ഞത്. കോൺഗ്രസിന്റെ ഭാഗമായി നിന്ന് കോൺഗ്രസിനെ തൃപ്തിപ്പെടുത്താനുള്ള നീക്കമാണ് അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നത് എന്നും മുഖ്യമന്ത്രി പറഞ്ഞു. അദ്ദേഹം ചെന്നുപെട്ട ക്യാമ്പിനെ നല്ല നിലക്ക് പിന്താങ്ങുന്നതിന് വേണ്ടി അവരുടെ മുന്നിൽ ഇദ്ദേഹം ഒരു യോഗ്യനാണെന്ന് കാണിക്കാൻ വേണ്ടി
ഏതിനെയും തള്ളിപ്പറയാൻ അദ്ദേഹം തയ്യാറാവും. മറ്റൊന്ന് കൃഷ്ണപിള്ള സ്മാരകവുമായി ബന്ധപ്പെട്ട ജി സുധാകരൻ ഉയർത്തിയ ആരോപണങ്ങൾക്കുള്ള മുഖ്യമന്ത്രിയുടെ മറുപടിയായിരുന്നു. കൃഷ്ണപിള്ള സ്മാരകം തകർത്ത സംഭവവുമായി ബന്ധപ്പെട്ട് സജി ചെറിയാനെതിരെ ജി സുധാകരൻ ഉയർത്തിയ ആരോപണങ്ങൾ. അതിനോടൊപ്പം തന്നെ അദ്ദേഹം എന്തുകൊണ്ട്, അതായത് ജില്ലാ സെക്രട്ടേറിയറ്റ് അന്വേഷണത്തിന് തീരുമാനിച്ചിട്ടും എന്തുകൊണ്ട് സംസ്ഥാന സെക്രട്ടേറിയറ്റ് ഇടപെട്ടുകൊണ്ട് അന്വേഷണം തടഞ്ഞു എന്നുള്ള ചോദ്യവും മാധ്യമപ്രവർത്തകരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായി. എന്നാൽ അദ്ദേഹം പാർട്ടി അന്വേഷണം നടത്താത്തതിനെ സംബന്ധിച്ചുള്ള മറുപടി മുഖ്യമന്ത്രിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായില്ല. അതേസമയം സജി ചെറിയാനെ പിന്തുണച്ചുകൊണ്ടുള്ള മറുപടിയായിരുന്നു മുഖ്യമന്ത്രി. ആ ഭാഗത്ത് മാത്രമാണ് മുഖ്യമന്ത്രി മറുപടി പറഞ്ഞത്. സജി ചെറിയാൻ വളർന്നു വരുന്നത്, സജി ചെറിയാനെ വ്യക്തിപരമായി ആക്രമിക്കുന്ന രീതിയാണ്. അത് സജി ചെറിയാന്റെ വളർച്ചയിലുള്ളതാണ്. താനല്ലാതെ മറ്റാരും ആലപ്പുഴയിൽ നിന്ന് വളർന്നു വരാനായി ജി സുധാകരൻ ആഗ്രഹിക്കുന്നില്ല എന്നും മുഖ്യമന്ത്രി പറഞ്ഞുവെച്ചു. സജി ചെറിയാൻ എന്ന് പറയുന്നത് നമ്മുടെ ഈ ജില്ലയിലെ നല്ല നിലക്ക് വളർന്നു വന്ന ഒരു പാർട്ടി നേതാവാണല്ലോ. അദ്ദേഹത്തിന് എത്രമാത്രം വൈമുഖ്യമുണ്ടായി എന്താണല്ലോ ഈ പ്രസ്താവനയിലൂടെ കാണുന്നത്. ആ രക്തസാക്ഷിത്വത്തിന്റെ സ്മരണ അതിന്റെ നിലയിൽ നിന്ന് അറുത്തിമാറ്റി ഇപ്പൊ ചെന്നുപെട്ട ക്യാമ്പിനെ ന്യായീകരിക്കത്തക്ക രീതിയിലാണ് അദ്ദേഹം ഒരു പ്രസ്താവന അതുമായി ബന്ധപ്പെട്ട് നടത്തിയത്. ആലപ്പുഴയിലെത്തിയ മുഖ്യമന്ത്രി ഉറച്ച ആത്മവിശ്വാസമാണ് അമ്പലപ്പുഴ അടക്കമുള്ള മണ്ഡലങ്ങളിലെ തെരഞ്ഞെടുപ്പ് പശ്ചാത്തലത്തെക്കുറിച്ച് അദ്ദേഹം ഉറച്ച ആത്മവിശ്വാസമാണ് പങ്കുവച്ചത്. അമ്പലപ്പുഴയിൽ മികച്ച ഭൂരിപക്ഷത്തിൽ എച്ച്സലാം വിജയിക്കും എന്നുകൂടി മുഖ്യമന്ത്രി പറഞ്ഞു. അതോടൊപ്പം തന്നെ പല രാഷ്ട്രീയ വ്യതിയാനങ്ങൾക്കും വേദിയായ മണ്ണാണ് ആലപ്പുഴ. അവിടെ പുന്നപ്ര വയലാറിന്റെയും രക്തസാക്ഷിത്വത്തിന്റെയും ഒക്കെ മണ്ണായ ആലപ്പുഴയിൽ അത്തരത്തിലൊരു മാറ്റം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകില്ല, പ്രത്യേകിച്ച് പാർട്ടി അംഗങ്ങളുടെ ഭാഗത്ത് ഉണ്ടാകില്ല. 15,000-ഓളം വോട്ടുകൾ CPM-ൽ നിന്ന് തനിക്ക് ലഭിക്കുമെന്ന ജി സുധാകരന്റെ വാക്കുകളെ പരിഹസിച്ചുകൂടി തള്ളുകയായിരുന്നു മുഖ്യമന്ത്രി. ആലപ്പുഴയിൽ നിന്നും ക്യാമറമാൻ ശ്യാംലാലിനൊപ്പം ശരണ്യ സ്നേഹജൻ, ന്യൂസ് 18. പ്രചാരണ രംഗത്തുടനീളം സ്ഥാനാർത്ഥിയില്ലെങ്കിലും CPM-ന്റെ ഷുവർ ബെറ്റാണ് ധർമ്മടം. മുഖ്യമന്ത്രി സാക്ഷാൽ പിണറായി വിജയന്റെ ഭൂരിപക്ഷം ഉയർത്താൻ പാർട്ടി പണിപ്പെടുന്ന മണ്ഡലം. തിരക്കുകൾക്കിടയിൽ സ്ഥാനാർത്ഥി എത്താത്തത് മൂലം മണ്ഡലത്തിന്റെ മുക്കും മൂലയിലും പ്രചാരണം എത്തിക്കാനുള്ള ഭഗീരഥ പ്രയത്നത്തിലാണ് അണികളും നേതാക്കളും. സാങ്കേതിക വിദ്യ പോലും സാക്ഷ്യം പറയുന്ന സത്യത്തിന്റെ രാഷ്ട്രീയമാണ് ഇടതുപക്ഷം. വികസന നേട്ടങ്ങൾ നിങ്ങളുടെ വീട്ടുപടിക്കലെത്തുന്നു. ലൈഫ് മിഷനിലൂടെ 5 ലക്ഷം കുടുംബങ്ങൾക്ക് സുരക്ഷിതമായ മേൽക്കൂര. കെയർഫോണിലൂടെ സാധാരണക്കാരന്റെ വീട്ടിലും അതിവേഗ ഇന്റർനെറ്റ്. ഡിജിറ്റൽ യൂണിവേഴ്സിറ്റിയും ഹൈടെക് ക്ലാസ് മുറികളും വഴി തെരഞ്ഞെടുപ്പ് കാലത്ത് മണ്ഡലത്തിൽ സ്ഥാനാർത്ഥി ഉണ്ടാവുക 2-3 ദിവസം. എങ്കിലും CPM-ന് ഷുവർ ബെറ്റാണ് ധർമ്മടം. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഭൂരിപക്ഷം ഉയർത്താൻ വേണ്ടി മാത്രം മത്സരിക്കുന്ന മണ്ഡലം. പിണറായിയുടെ അസാന്നിധ്യമൊന്നും ഇവിടുത്തെ CPM നേതാക്കൾക്കും അണികൾക്കും പ്രശ്നമല്ല. മുഖ്യമന്ത്രിയുടെ അഭ്യർത്ഥന ഓരോ വീടുകളിലും പ്രവർത്തകർ എത്തിച്ചു കഴിഞ്ഞു. പിണറായി സർക്കാരിന്റെ വികസനവും ധർമ്മടത്ത് MLA എന്ന നിലയിൽ നടത്തിയ പ്രവർത്തനങ്ങളും എടുത്തുകാട്ടുന്നു. MLA-ൻ്റെ ഒരു കുറവ് യഥാർത്ഥത്തിൽ ഫീൽ ചെയ്തിട്ടില്ല. ഞങ്ങളൊക്കെ കരുതിയത് അങ്ങനെയാണ്. ഇത് മുഖ്യമന്ത്രി ആകുമ്പോൾ മണ്ഡലത്തിൽ വരാൻ പറ്റില്ല, മണ്ഡലത്തിൽ തിരിഞ്ഞു നോക്കാൻ പറ്റില്ല എന്നൊക്കെയായിരുന്നു നമുക്കെല്ലാം ആദ്യഘട്ടത്തിൽ തന്നെ ഉണ്ടായിരുന്നു. പക്ഷേ സമയം കണ്ടെത്തി മുഖ്യമന്ത്രി നമ്മുടെ മണ്ഡലത്തിൽ വരുന്നുണ്ട്. അത് വികസന പ്രവർത്തനങ്ങൾക്ക് മേൽനോട്ടം വഹിക്കാൻ മാത്രമല്ല, മണ്ഡലത്തിൽ വരുമ്പോൾ നിശ്ചിത സമയം MLA-യുടെ ഓഫീസിലിരുന്ന് ആവശ്യക്കാർക്ക് നിവേദനം കൊടുക്കാനും പരാതികൾ പറയാനൊക്കെ ഉണ്ടെങ്കിൽ അത് ജില്ല വിട്ടും ജില്ലക്ക് പുറത്തും സംസ്ഥാന നാനാഭാഗത്തു നിന്നും ഈ വീട്ടിൽ വരുന്ന സമയത്ത് ആളുകൾ വരാറുണ്ട്. ആർക്കും ഒരു ആക്ഷേപമില്ല. ചിലപ്പോൾ നമ്മൾ സമയം വെച്ചുകൊണ്ട് തന്നെ മുഖ്യമന്ത്രി ഇന്ന ദിവസം ഇത്ര മണി മുതൽ ഇത്ര മണി വരെ ഗവൺമെൻറ് സെൻറ്ററിൽ MLA ഓഫീസിലുണ്ടാവും എന്ന് പറഞ്ഞാൽ നൂറുകണക്കിന് ആളുകൾ പല ജില്ലകളിൽ നിന്നും വരുന്നുണ്ട്. അപ്പം മുഖ്യമന്ത്രി കിട്ടിയിട്ടില്ല എന്നൊക്കെ പറയുന്നത് അത് പൊള്ളയായ ഒരു വാദം മാത്രമാണ്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം മുഖ്യമന്ത്രിയിൽ നിന്ന് പ്രതീക്ഷിക്കുന്നതിനേക്കാളും കൂടുതൽ സമയം ഈ മുഖ്യമന്ത്രി നമ്മുടെ മണ്ഡലത്തിൽ പ്രതിനിധീകരിച്ചിട്ടുണ്ട്, പ്രതിദാനം ചെയ്തിട്ടുണ്ട്. മുഖ്യമന്ത്രിയുടെ മണ്ഡലത്തിലും വികസനം തന്നെയാണ് പ്രധാന പ്രചാരണ ആയുധം. തെരഞ്ഞെടുപ്പിന് മുൻപ് തന്നെ വികസന സംവാദ സംഗമങ്ങളുമായി മണ്ഡലത്തിൽ മുഖ്യമന്ത്രി എത്തിയിരുന്നു. തെരഞ്ഞെടുപ്പ് തീരും മുമ്പുള്ള 3-4 ദിവസങ്ങളിൽ മാത്രമാണ് മണ്ഡലത്തിൽ അദ്ദേഹം കാണുക. ധർമ്മടത്തെത്തിയാൽ പിണറായി വിജയൻ കേരളത്തിന്റെ മുഖ്യമന്ത്രി മാത്രമല്ല, ഈ ധർമ്മടംകാരുടെ MLA കൂടിയാണ്. എൻ്റെ തൊട്ടുപുറയിൽ കാണുന്ന കൺവെൻഷൻ സെന്ററിൽ അതിൻ്റെ ഓഫീസാണ്, അദ്ദേഹത്തിൻ്റെ ബോർഡാണ് ഈ കാണുന്നത്. MLA ധർമ്മടം@gmail.com എന്ന ഇമെയിൽ വിലാസമുണ്ട് MLA-യുടേതായി. പിണറായി വിജയൻ്റെ MLA പദവിയിലേക്കുള്ള ഇമെയിൽ വിലാസം കൂടിയാണ്. ജനങ്ങൾക്ക് പരാതി അയക്കാം, പരിഭവങ്ങൾ പങ്കുവെക്കാം. അങ്ങനെ ധർമ്മടത്തിൻ്റെ MLA ആയ പിണറായി വിജയൻ്റെ ഇവിടുത്തെ മുഖ്യമന്ത്രി നിലയിൽ തിരക്ക് കാരണമുള്ള അസാന്നിധ്യം
അത് ഒരു സാന്നിധ്യമാക്കി മാറ്റാനുള്ള എല്ലാ പ്രവർത്തനങ്ങളിലുമാണ് ഇപ്പോൾ പാർട്ടി നേതാക്കളും അണികളും മറ്റുമുള്ളത്. വലിയ പ്രചണ്ഡമായ പ്രചരണ പ്രവർത്തനങ്ങൾ ധർമ്മടത്തുടനീളമുണ്ട് എന്നുള്ളത് ഏറ്റവും പ്രത്യേകതയാണ്. സുബേഷ് മൊറാഴയ്ക്കൊപ്പം രഞ്ജിത്ത് രാമചന്ദ്രൻ, പിണറായി. പെരുമ്പാവൂരിൽ പ്ലൈവുഡ് കമ്പനിയിൽ മോഷണം ആരോപിച്ച് യുവാവിനെ സംഘം ചേർന്ന് തല്ലിക്കൊന്നു. അസം സ്വദേശികളായ 6 തൊഴിലാളികളെ കസ്റ്റഡിയിലെടുത്തു. മരിച്ച അതിഥി തൊഴിലാളിയെ തിരിച്ചറിഞ്ഞിട്ടില്ല. നാസയുടെ ചരിത്രപ്രധാനമായ ആർട്ടിമസ് 2 ചാന്ദ്രദൗത്യം വിക്ഷേപണത്തിന് തയ്യാറാണ്. ഫ്ലോറിഡയിലെ കെനഡി സ്പേസ് സെന്ററിലെ ലോഞ്ച് കോംപ്ലക്സ് 39Bയിൽ നിന്ന് നാസയുടെ കരുത്തുറ്റ SLS റോക്കറ്റിലായിരിക്കും വിക്ഷേപണം നടക്കുക. 1972 അവസാന അപ്പോളോ ദൗത്യത്തിന് ശേഷം മനുഷ്യനെ വീണ്ടും ചന്ദ്രനിലെത്തിക്കുക എന്ന ലക്ഷ്യത്തോടെയുള്ള ആർട്ടിമസ് പദ്ധതിയിലെ മനുഷ്യരെ വഹിച്ചുകൊണ്ടുള്ള ആദ്യ വിക്ഷേപണമാണിത്. കാലാവസ്ഥ തടസ്സങ്ങളോ സാങ്കേതിക പ്രശ്നങ്ങളോ നേരിടുകയാണെങ്കിൽ വിക്ഷേപണം ഏപ്രിൽ 6 വരെയുള്ള തൊട്ടടുത്ത ദിവസങ്ങളിലേക്ക് മാറ്റിവെക്കാൻ സാധ്യത ഉണ്ട്. ഇനി സ്വർണം വെള്ളി നിരക്കുകൾ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ദി വെർസറ്റൈൽ ജ്വല്ലറി. സ്വർണം 22 ക്യാരറ്റ് ഗ്രാമിന് 13,885, പവന് 1,11,080. സ്വർണം 18 ക്യാരറ്റ് ഗ്രാമിന് 11,475, പവന് 91,800. വെള്ളി ഗ്രാം 255, കിലോയ്ക്ക് 2,55,000. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ദി വെർസറ്റൈൽ ജ്വല്ലറി. പകൽ വാർത്ത പൂർണ്ണമാവുകയാണ്. നമസ്കാരം. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.